ഓക്കെ. അപ്പോൾ ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് അഞ്ജന. ഞാനാണ് നിങ്ങൾക്ക് ഇനി നമ്മുടെ ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എക്സൽ ആൻഡ് പവർ ബി എടുക്കുന്ന ഞാനാണ്. അത് കഴിയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ജിറ്റോ സാറ് ബാക്കി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ. ഓക്കെ. ആരുടെയും മൈക്ക് അൺമ്യൂട്ട് ആണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളിവിടെ നോക്കുന്നത് എന്താണ് ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ എന്താണ് ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് എക്സൽ ആൻഡ് പവർ ബി ആണ്. സോ എന്തിനാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ. സോ ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീൻ ഷെയറിംഗ് കാണാലോ അല്ലേ? ഓക്കെ. സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫോർമേഷൻസ് എങ്കിലും അതിൽ കാണും അല്ലെ? സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ ചാനൽസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ബ്രാൻഡുകളെ എന്ത് ചെയ്യാന് പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് എന്ത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഡിജിറ്റൽ ചാനൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെർച്ച് എഞ്ചിൻ, നമ്മുടെ ഗൂഗിൾ SEO, അതുപോലെ ഗൂഗിൾ ആഡ്സ്, പിന്നെന്താണ് സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, യൂട്യൂബ് ഒക്കെ അല്ലേ? പിന്നെന്താണ് വെബ്സൈറ്റ് ബ്ലോഗ്സ് ഉണ്ട്, ഇമെയിൽ ആൻഡ് SMS മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസസ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതൊക്കെ പോലെയുള്ളതുണ്ട്. അപ്പൊ നോർമലി നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന എന്തായിരുന്നു? ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നു അല്ലെ? പണ്ടൊക്കെ നമുക്ക് TV, റേഡിയോ, ന്യൂസ് പേപ്പർ അതുവഴിയായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഈ മാർക്കറ്റിംഗ് ഉള്ളത്. എന്നാൽ ഇന്ന് എന്താണ്? ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് ക്യാമ്പയിൻസ് നടത്താൻ പറ്റും. അതുപോലെ റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അവർക്ക് എന്താണോ വേണ്ടത്, അതായത് ഏത് ആൾക്കാരിലേക്കാണോ നമുക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടത്, ആ ആൾക്കാരിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങളെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് റിസൾട്ട് ഹാക്ക് ചെയ്യാൻ, റിസൾട്ട് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗില് എന്താണ് നമ്മുടെ ഡേറ്റ? ഡേറ്റ എന്താണ്, അല്ലെങ്കിൽ ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താണ് ഡേറ്റ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. ഇപ്പം എക്സൽ ആൻഡ് പവർ ബി ഇത് നമുക്ക് ഏറ്റവും ഇതിൽ വരുമ്പോൾ കുറച്ചുകൂടെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ക്രിയേറ്റിവിറ്റി മാത്രമല്ല. ഇതെന്താണ്? ഇറ്റ്സ് എ ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡേറ്റയിൽ നിന്നും ഡിസിഷൻ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിംഗ് നടത്തുന്നത്. സോ ആരാണ് ഹൂ ഈസ് ക്ലിക്കിംഗ്, അല്ലെങ്കിൽ വിച്ച് ആഡ് ഈസ് മോസ്റ്റ് പെർഫോമിംഗ് ബെസ്റ്റ്, അല്ലെങ്കിൽ വിച്ച് ഏജ് ഗ്രൂപ്പ് ഈസ് ബൈയിങ് മോർ, അല്ലെങ്കിൽ വിച്ച് ക്യാമ്പയിൻ ഈസ് ഗിവിംഗ് ദ ഹയസ്റ്റ് ROI, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഡേറ്റനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാമ്പയിൻസ് ഒപ്റ്റിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനും പറ്റും. ഇതാണ് ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കയ്യിലുള്ള ഡേറ്റയിൽ നിന്നും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ജസ്റ്റ് ഒരു നമ്മുടെ ഡേറ്റയിൽ ജസ്റ്റ് ഗസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം എടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ഈ പറയുന്ന ഒരു ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന എന്തിനെയാണ്? ഡേറ്റയാണ്. എന്തിനു വേണ്ടി? സ്ട്രാറ്റജി ഗൈഡ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി? ക്യാമ്പയിൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി. എന്തിനു വേണ്ടി? ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഒക്കെ നമുക്ക് എടുക്കാനായിട്ട്. അതുപോലെ ഈ പറയുന്ന എക്സൽ ആൻഡ് പവർ BI എന്ന് പറയുന്നത്
ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മളെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? ഡേറ്റയെ കൂടുതലായിട്ടും അനലൈസ് ചെയ്യാനും ഡേറ്റനെ വിഷ്വലൈസ് ചെയ്യാനും. ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഡേറ്റയെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾ ഓർത്തേ, നോർമൽ നമ്മുടെ ഒരു ടേബിൾ ലൈക്ക് ഫോർമാറ്റിൽ ഇരിക്കുന്ന ഡേറ്റ കണ്ട് മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ ഒരു ഇമേജിലൂടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതും ഡിഫറൻസ് ഉണ്ട്. കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനും കുറെ കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാനും ഒക്കെ എന്താണ് വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എളുപ്പം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന എക്സൽ ആൻഡ് പവർ ബിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെയാണ് വരുന്നത്. ഓക്കെ, സോ കൂടുതലായിട്ടും അനാലിസിസിന് വേണ്ടിയും അതുപോലെ തന്നെ നമുക്ക് ഡേറ്റനെ വിഷ്വലൈസ് ചെയ്തിട്ട് കൂടുതൽ അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എക്സൽ ആൻഡ് പവർ ബി വരുന്നത്. എക്സൽ എന്ന് പറയുന്നത് ക്വിക്ക് ആയിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ ബേസിക് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ പവർ ബി എന്ന് പറയുന്നത് നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ കുറെ ചാർട്ടുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക. ഇപ്പം നമുക്കിപ്പോ ലൈക്ക് ഇതുപോലെയുള്ള ചാർട്ടുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതുപോലെയുള്ള ഈ പറയുന്ന രീതിയിലുള്ള ചാർട്ടുകൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ ചാർട്ടുകളെ വെച്ചിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഈ പറയുന്ന ഡാഷ്ബോർഡ്. ഞാൻ ജസ്റ്റ് ഒരു ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ഡാഷ്ബോർഡ് ആണ്. ഓക്കെ, ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡാഷ്ബോർഡ് ആണ്. ഇവിടെ ഞാൻ ലൈൻ ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഡൊണറ്റ് ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബാർ ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചേറെ ചാർട്ടുകളും ഒക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത ഒരു ഡാഷ്ബോർഡ് ആണ് ഇത്. അപ്പൊ ഇവിടെ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്വലൈസ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, വെറുതെ ഒരു ഗസ്സിലൂടെ പറയുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? സം ഓഫ് ആഡ് സ്പെൻഡ് എന്തോരം ആണെന്നുള്ളത്, ആവറേജ് കൺവേർഷൻ റേറ്റ് ഉണ്ട്, ടോട്ടൽ കൺവേർഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂ ഉണ്ട്. അതുപോലെ തന്നെ നോക്കിക്കേ, ഡേറ്റിനനുസരിച്ച് സം ഓഫ് റവന്യൂ ആൻഡ് സം ഓഫ് ആഡ് സ്പെൻഡ് ബൈ ഡേറ്റ്. ഡേറ്റിനനുസരിച്ച് എത്രത്തോളം റവന്യൂ അല്ലെങ്കിൽ എത്രത്തോളം ആഡ് സ്പെൻഡ് ചെയ്തെന്നുള്ള ഗ്രാഫ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡേറ്റിനനുസരിച്ച് ആവറേജ് കൺവേർഷൻ റേറ്റും സം ഓഫ് കൺവേർഷൻ റേറ്റും നമുക്ക് ഇവിടുന്ന് പറയാനായിട്ട് പറ്റും. ദെൻ ഇവിടെ എന്താണ്? ചാനൽ ബൈസ് സം ഓഫ് റവന്യൂ. ഏതിനാണ് ഏറ്റവും കൂടുതൽ, ഏത് ചാനലിനാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടിയത്? ഇങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എത്ര പെർസെൻറ്റേജ് എന്നോ അല്ലെങ്കിൽ എത്രയാണ് ടോട്ടൽ കിട്ടിയ ആ ഒരു റവന്യൂ എന്നോ നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മന്ത് വൈസ് നമുക്ക് സം ഓഫ് ലീഡ്സ് ചാനൽ വൈസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓരോ മന്തിലും ഏത് ചാനലിൽ നിന്നായിരുന്നു നമുക്ക് കൂടുതൽ ലീഡ്സ് കിട്ടിയത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ നമുക്ക് വേണമെങ്കിൽ ഈ ചാനൽ നെയിം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ലൈസർ ആണ്. ഇതൊക്കെ എന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഇതിലൂടെ എനിക്കിപ്പോ ഫേസ്ബുക്ക് ആഡ്സിന്റെ മാത്രം കാര്യങ്ങൾ, അതിൽ നിന്നും എത്രയാണ് ആഡ് സ്പെൻഡ് ചെയ്തത്, എത്രയാണ് ആവറേജ് കൺവേർഷൻ, എത്രയാണ് ടോട്ടൽ കൺവേർഷൻ, എത്രയാണ് ടോട്ടൽ റവന്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറയുന്ന ചാനലിന്റെ മാത്രം മതിയെങ്കിൽ ജസ്റ്റ് ഞാൻ എന്തിൽ ക്ലിക്ക് ചെയ്യുക? ഫേസ്ബുക്ക് ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക. സോ കറസ്പോണ്ടിങ് എല്ലാ ചാർട്ടിലും എന്ത് വരും? ഫേസ്ബുക്ക് ആഡ്സിന്റെ ഡേറ്റ മാത്രമായിട്ട് വരും. ഇനി എനിക്ക് ഗൂഗിൾ ആഡ്സിന്റെ മാത്രമാണ് വേണ്ടതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എല്ലാ ചാർട്ടിലും എന്ത് വരും? ഗൂഗിൾ ആഡ്സിന്റെ മാത്രം. അതിന്റെ ടോട്ടൽ ആഡ് സ്പെൻഡ് ചെയ്ത് എത്രയാണ്, അതിന്റെ സം ഓഫ് ആഡ് സ്പെൻഡ് എത്രയാണ്, അല്ലെങ്കിൽ ആവറേജ് കൺവേർഷൻ റേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ടോട്ടൽ കൺവേർഷൻ എത്രയാണ്, അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ എത്രയാണ്, ഇതൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ആ പറയുന്ന ചാനൽ നെയിമിനെ. അതുപോലെ ഇൻസ്റ്റഗ്രാം ആഡ്സ്, അതുപോലെ ലിങ്ക്ഡിൻ ആഡ്സ്, ഇതൊക്കെ ഈ ഓരോ ചാനൽ നെയിം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഡേറ്റനെ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് ആ ഒരു പർട്ടിക്കുലർ ചാനലിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു എല്ലാ ചാർട്ടിലും ആ ഒരു ചേഞ്ച് വരികയും ചെയ്യും. ആ ഓരോ ചാനൽ ബൈസ് എനിക്ക് അനലൈസ് ചെയ്യാനും പറ്റും. ഇനി അത് പോരാ, നിങ്ങൾക്ക് ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ എഗെയിൻ ഒരു സ്ലൈസർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഡേറ്റിൽ എനിക്ക് മാറ്റി മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. എനിക്കിപ്പോ 2024 ജാനുവരി ടു മാർച്ച് വരെയുള്ളതാണ് വേണ്ടതെങ്കിൽ ഓക്കെ, എനിക്ക് അവിടെ ചെന്നിട്ട് ഡേറ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ തന്നെ എനിക്ക് എന്ത് റിസൾട്ട് കിട്ടും? ആ പർട്ടിക്കുലർ ആ ഒരു ഡേറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ആ ആ ഒരു ഡേറ്റിൽ വരുന്ന
എത്രയാണ് സം ഓഫ് ആഡ് സ്പെൻഡ്, എത്രയാണ് ആവറേജ് കൺവേർഷൻ റേറ്റ്, എത്രയാണ് ടോട്ടൽ കൺവേർഷൻ, എത്രയായിരുന്നു ടോട്ടൽ റവന്യൂ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് എന്ത് ചെയ്യും, അവിടുന്ന് സഡൻ ആയിട്ട് എനിക്ക് കിട്ടും. ഓക്കെ. അപ്പം ഇങ്ങനെ ഡേറ്റേനെ കൂടുതലായിട്ടും വിഷ്വലൈസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആര്, ഈ പറയുന്ന നമ്മുടെ എക്സലും പവർ ബിയും. സോ അപ്പം എക്സൽ എന്ന് പറയുന്നത് നമുക്ക് എത്ര വലിയ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ വേണേലും അതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എത്ര വലിയ ഡേറ്റേനെയും നമുക്കിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാനും പറ്റും. അതുപോലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ഈ പറയുന്ന പവർ ബി ഐ എന്ന് പറയുന്നത്. അത് ഇപ്പൊ ഈവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മാത്രമല്ല, ഏതൊരെണ്ണം എടുത്താലും ഇപ്പൊ ഡേറ്റ അനലിറ്റിക്സ് ആയിക്കോട്ടെ, ഡേറ്റ സയൻസ് ആയിക്കോട്ടെ, ഈവൻ ഏതിൽ നോക്കിയാലും പവർ ബി ഐ ഉണ്ട്. കാരണം ഇതിലൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡേറ്റ, ഡേറ്റ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും, മേ ബി അത് ടേബിൾ ലൈക്ക് ഫോർമാറ്റിലായിരിക്കും ഡേറ്റ വരുന്നത് അല്ലെ. ഇപ്പൊ നമ്പർ ആകാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ടെക്സ്റ്റ് ഡേറ്റ ആകാം, എന്തും ആകാം. അതിൽ നിന്നും നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുമെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡേറ്റ എന്ന് പറയാം. സോ ഇങ്ങനെയുള്ള ഡേറ്റാസിനെ, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഇപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾ ജസ്റ്റ് ഒരു ഗസ്സിലൂടെ ഒരു കാര്യം പറയുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഡേറ്റിനെ അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റണം, പ്രോപ്പർ ആയിട്ട് നമുക്ക് പറയാനും അതിനെ മേ ബി വിഷ്വലൈസ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കാനും പറ്റണം. സോ ആ ഒരു ഏരിയ ആണ് കൂടുതലായിട്ടും ഡേറ്റിനെ അനലൈസ് ചെയ്യുന്നതും, അതുപോലെ ഡേറ്റിനെ കൂടുതലായിട്ട് നമുക്ക് ബെറ്റർ റിസൾട്ടിലേക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാനും യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന എക്സൽ ആൻഡ് പവർ ബി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഡേറ്റ വേണം. ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന എന്താണ്, ഒരുപാട് വലിയ ഡേറ്റാസ് ആണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ ഡേറ്റ കളക്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ കിട്ടുന്ന ഡേറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യണം. ഈ പറയുന്ന രീതിയിൽ ചാർട്ടുകളൊക്കെ ബിൽഡ് ചെയ്തിട്ട് നമുക്കറിയാം, നോർമലി നമ്മൾ ഒരു ടേബിൾ ലൈക്ക് ഫോർമാറ്റിൽ ഇരിക്കുന്ന ഡേറ്റ കണ്ടിട്ട് അതിൽ നിന്ന് ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് ഓർത്തിരിക്കുന്നതിലും അതുപോലെ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കുന്നതിലും ഒരു ലിമിറ്റ് ഉണ്ട്. ബട്ട് അതേ സാധനം തന്നെ ഞാൻ നിങ്ങൾക്ക് ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഓർത്തിരിക്കാനും നിങ്ങൾക്ക് എന്തുണ്ട്, എളുപ്പമാണ്. അത് ഈവൻ ആ ഒരു ഡേറ്റയെ പറ്റി അറിയത്തില്ലാത്ത ഒരാൾക്ക് വരെ ഞാൻ ആ ഒരു ചാർട്ടിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കൊടുക്കാൻ നേരത്ത് എന്ത് മനസ്സിലാകും, ആ ഒരു ഡേറ്റ എന്തായിരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് എന്തായിരുന്നു, അതിൽ നിന്ന് എന്തൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഹിഡൻ ആയിട്ടുള്ള പാറ്റേൺസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള അതിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡേറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡേറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലൈസ് ഓഫേഴ്സ്, അതുപോലെ തന്നെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗസ് വർക്ക്, പ്രോബബ്ലി നമ്മൾ കൂടുതലായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഗസ് വർക്ക് ചെയ്യാറുണ്ട്. ആ ഒരു കാര്യം നമുക്ക് കുറച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് നമുക്ക് ഔട്ട്കം ഇങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. സോ അവിടെയാണ് നമ്മുടെ ഈ പറയുന്ന ഈ എക്സൽ ആൻഡ് പവർ ബിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ എക്സൽ ആൻഡ് പവർ ബി, എക്സൽ നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന ഡേറ്റനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. മേ ബി നമ്മുടെ ഡേറ്റ കറക്റ്റ് ഫോർമാറ്റിലായിരിക്കണമെന്നില്ല കിടക്കുന്നത്. ഓക്കെ. ഡേറ്റ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അതിനകത്ത് എം ടി ആയിട്ടുള്ള സെൽസ് വരാം, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഡേറ്റ് ഒക്കെ കറക്റ്റ് ഡേറ്റ് ഫോർമാറ്റിൽ ആയിരിക്കണം എന്നില്ല, അങ്ങനെ പലതുണ്ട്. അപ്പൊ ഈ പറയുന്ന ഡേറ്റിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് അവിടെ പുതിയ കോളംസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമുക്ക് കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്ന കോളം കാണില്ല, മേ ബി നമുക്കത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കോളംസ് നമ്മുടെ കയ്യിൽ കാണും. നമുക്ക് അത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സഡൻ ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പവർ ബി എന്ന് പറയുന്നത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ്. ഞാൻ മുമ്പേ ഡിസ്പ്ലേ ചെയ്ത ആ ഒരു ഇതിനെയാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. കുറെ ചാർട്ടുകൾ അടങ്ങുന്ന, എന്നാൽ നമുക്ക് എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിൽ അടങ്ങുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അടങ്ങുന്ന ചാർട്ടുകൾ മാത്രമാണ്. സോ
അങ്ങനെയുള്ള ഡാഷ്ബോർഡിനെ നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡേറ്റിനെ ലൈവായിട്ട് സിങ്ക്രണൈസ് ചെയ്യാനും അതുപോലെ സ്റ്റോറി നമുക്കൊരു കഥ പോലെ നമുക്കൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പവർ ബി ഐ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് ചാർട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇതുപോലെയൊക്കെയുള്ള ചാർട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ചാർട്ടിലൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. ദെൻ ഈ പറയുന്ന എക്സൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഡേറ്റിനെ ക്വിക്കായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബേസിക് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ പവർ ബി ഐ എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ മുമ്പേ കാണിച്ച പോലെ ലൈക്ക് ആ ഒരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചാർട്ടുകൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്യാനും കോംപ്ലക്സ് ആയിട്ടുള്ള അനാലിസിസ് പെർഫോം ചെയ്യാനും അതായത് ഡീപ്പായിട്ട് ഇൻസൈറ്റ് നമുക്ക് എടുക്കാനായിട്ട് അതായത് കൂടുതൽ ഇൻഫർമേഷൻസ് മേ ബി അതിനകത്ത് നമുക്ക് വരുന്ന ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണും. ആ കാര്യങ്ങളെയൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും റിയൽ ടൈം ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പവർ ബി ഐ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന അത് ഓരോ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ശരിക്കും നടക്കുന്നത്? അതൊരു അപ്രോച്ച് ആണ് അല്ലേ? അതായത് കസ്റ്റമേഴ്സിന്റെ ഡേറ്റ യൂസ് ചെയ്തിട്ട് അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ആ ഓരോ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു ഏരിയ ആണ്. ഗസ് വർക്കിന് പകരം പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റണം? ഡിസിഷൻസ് എടുക്കാൻ പറ്റണം. നമ്മുടെ ആ ഒരു പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമുക്ക് പറ്റണം. സോ ഇതെല്ലാം മെയിൻ ആയിട്ടും എന്തിലേക്കായിരിക്കും ഇതാക്കുന്നത്? നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഗോൾ അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഈ ഓരോ മാർക്കറ്റേഴ്സിന്റെയും എയിം എന്ന് പറയുന്നത്? അതായത് പ്രിസൈസ്ലി ടാർഗറ്റ് ഓഡിയൻസ് അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് മെസ്സേജസ് അതുപോലെ തന്നെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, ക്യാമ്പയിൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്തിനാണ്? കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് എടുക്കാനും അതുപോലെ തന്നെ സെയിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന അനാലിസിസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യണം. അതായത് നമുക്ക് കൂടുതലായിട്ടും വരുന്ന ആ ഒരു ഡേറ്റയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റണം. നമുക്ക് വരുന്ന ആ ഒരു ടൈം നോർമലി ഒരാൾ അനലൈസ് ചെയ്യുന്നതും ഈ എക്സൽ പവർ ബി പഠിച്ചിട്ട് ഒരാൾ അനലൈസ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നോർമലി ഒരാൾ അനലൈസ് ചെയ്യുമ്പോൾ ഇതൊന്നും അറിയത്തില്ലാത്ത ഒരാൾ കയറി അനലൈസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ടൈം എടുക്കും. കാരണം ആ ഒരാൾക്ക് ചെയ്യാനായിട്ട് അറിയില്ല. അപ്പൊ ആ ഒരാള് പല എന്താണ് വലിയ അതായത് ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്ന കാര്യം നമ്മൾ സഡൻ ആയിട്ട് എന്ത് ചെയ്ത് വെക്കും? ചെയ്തു വെക്കും. അപ്പൊ നമ്മുടെ ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പല ടാസ്കുകളും സഡൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവര് ഗസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ ഒരാൾ ഗസ് ചെയ്യാണ് ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ടോട്ടൽ ആഡ് സ്പെൻഡ് ഇത്രയായിരിക്കാം അല്ലെങ്കിൽ മേ ബി എന്തും ആയിക്കോട്ടെ ഒരാൾ ഗസ് ചെയ്ത് പറയുന്നേക്കാൾ നല്ലതായിട്ട് നമുക്ക് ഡേറ്റിനെ അനലൈസ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൽ നിന്നും ഇൻസൈറ്റുകൾ എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റിയൽ ടൈം ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഡിസിഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താതെ നമുക്ക് റിയൽ ടൈം ആയിട്ട് ഡിസിഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ഇതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ എന്തറിയണം? എക്സൽ അറിയണം. ഓക്കെ. അപ്പം ഈ നോർമൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുന്നവരും ഡേറ്റ ഡ്രിവൺ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവരും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം മിക്ക ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈവൻ നമ്മളോട് ഇപ്പൊ പറയുവാണ് ആ ഒരു കാര്യം ക്ലയന്റിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു അവരുടെ ആ ഒരു കിട്ടുന്ന ഡേറ്റയിൽ നിന്നും നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നോർമലി ഒരാള് ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് പറയുമ്പം അവിടെ കൂടുതലും ഗസ്സിംഗ് ആണ് വരുന്നത്. ഗസ് വർക്ക് ആണ് കൂടുതലും വരുന്നത്. ബട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് പറ്റും. സോ എക്സൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഡേറ്റ മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് കൂടുതലായിട്ടും ഡേറ്റനെ ക്ലീൻ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാനും കുറേ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബേസിക് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതായത് ക്വിക്കായിട്ട് നമുക്ക് ഈ ട്രെൻഡ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്യാമ്പയിൻ പെർഫോമൻസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക്
ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈസി ആയിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എന്ത്? ഈ പറയുന്ന ഫോക്കസ് ഔട്ട്കംസും അതുപോലെ തന്നെ ആ ഒരു വർക്കിന്റെ വാല്യൂ ഒക്കെ നമുക്ക് ഷോ ചെയ്യാനായിട്ട് പറ്റും. പവർ ബി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ഈ പറയുന്ന ഡേറ്റനെ കൂടുതലായിട്ടും ഇമ്പോർട്ട് ചെയ്യണം. നമുക്കൊരു ഡേറ്റ എന്ന് പറയുന്നത് മേ ബി പല ടൈപ്പ് ഓഫ് ഡേറ്റാസ് വരും. ചിലപ്പോൾ അത് എക്സൽ ഡേറ്റ ആകാം, അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നുള്ള ഡേറ്റ ആകാം, അല്ലെങ്കിൽ പല അതായത് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡേറ്റ വരാം, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റാസിനെ ഈ പറയുന്ന പവർ ബിയിലേക്ക് എടുക്കാനായിട്ട് പറ്റും. ഏതൊരു ഡേറ്റ സോഴ്സിൽ നിന്ന് വരുന്ന ഡേറ്റനെ ആണെങ്കിലും ഈ പറയുന്ന പവർ ബിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡുകൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പവർ ബിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, എവിടുന്ന് വന്ന ഡേറ്റ ആയിക്കോട്ടെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ ബിയിലേക്ക് ആക്സസ് ചെയ്യാനും അവിടെ നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അത് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഈ പറയുന്ന നമ്മുടെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യാനും ഡേറ്റനെ ഡിഫറൻറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഡേറ്റനെ കൂടുതലായിട്ടും അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കൂടുതലായിട്ട് ഒരു അഡ്വാൻസ്ഡ് വിഷ്വലൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. റോ ഡേറ്റ ലൈക്ക് എക്സൽ ഡേറ്റയോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വരുന്ന ഡേറ്റ ആയിക്കോട്ടെ അതിനെ ഈസി ആയിട്ട് നമുക്ക് ചാർട്ടിലൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഗ്രാഫുകൾ ബിൽഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ആരെ കൊണ്ട് പറ്റും? ഈ പറയുന്ന എക്സൽ പവർ ബി ഐ യൂസ് ചെയ്തിട്ട് പറ്റും. റിയൽ ടൈം ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഇൻസൈറ്റ്സുകൾ എടുക്കാൻ പറ്റും. ഇൻസൈറ്റ്സ് മീൻസ് എന്താണ്? ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റിയൽ ടൈം ആയിട്ട് നമുക്ക് ക്യാമ്പയിൻ പെർഫോമൻസിനെ റിപ്പോർട്ട് ചെയ്യാനും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിലെന്തെങ്കിലും വീക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. പിന്നെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഡീപ്പർ അനാലിസിസിന് വേണ്ടിയും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിന് സെയിൽസ് പിക്സ് വഴി നമുക്ക് കോറിലേറ്റ് ചെയ്യാനും ഡേറ്റനെ ഫിൽട്ടർ ചെയ്യാനും അതുപോലെ തന്നെ പാറ്റേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? നമ്മുടെ പവർ ബി ഐ യൂസ് ചെയ്യാം. അതിന്റെ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അതിന്റെ യൂസ് എന്ന് പറയുന്നത് വളരെ ഏറെയാണ്. സോ ഈ പറയുന്ന എക്സൽ ആൻഡ് പവർ ബി ഐ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഈ എക്സൽ യൂസ് ചെയ്തിട്ടാണേലും ക്യാമ്പയിൻ ട്രാക്കിംഗ് ഷീറ്റ് നമുക്കത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കലണ്ടേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. റിപ്പോർട്ടിംഗ് ആൻഡ് ഡാഷ്ബോർഡ് അതിനുവേണ്ടി നമുക്ക് പറ്റും. അതുപോലെ ഈ നമ്മുടെ പവർ ബി യൂസ് ചെയ്തിട്ട് പവർ ബി എക്സലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടും യൂസ് ചെയ്യുന്നത് ഡേറ്റ അനാലിസിസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് മാനുവൽ ആയിട്ടുള്ള ഡേറ്റ എൻട്രി എന്ന് പറയുന്ന എക്സലിലാണ് വരുന്നത്. പവർ ബിയിൽ നമുക്ക് ഡേറ്റ വേറൊരു സൈറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. സോ നമുക്ക് റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റനെ എന്ത് ചെയ്യാൻ പറ്റും? റിയൽ ടൈം ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എക്സലിലും പവർ ബിയിലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർട്ടുകളാണ് നമുക്ക് വരുന്നത്. ലൈവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് നമ്മുടെ പവർ ബി ഐയിലാണ് വരുന്നത്. എക്സലില് ലൈവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് അല്ല വരുന്നത്. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻസ് ആണ് നമുക്ക് പവർ ബിയിൽ വരുന്നത്. എന്നാൽ എക്സലില് ലിമിറ്റഡ് ആണ്, കുറച്ച് ലിമിറ്റഡ് ആണ്. മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സിൽ നമുക്ക് ഡേറ്റനെ എന്ത് ചെയ്യാൻ പറ്റും? പവർ ബിയിലേക്ക് എടുക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പെർഫോമൻസ് ഡാഷ്ബോർഡോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് വേഴ്സസ് ഫേസ്ബുക്ക് ആഡ്സ് വേഴ്സസ് നമുക്ക് അങ്ങനെ ക്യാമ്പയിൻസിനെ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യാനോ അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ ഗ്രോത്ത് അനാലിസിസ് ഇങ്ങനെയൊക്കെയുള്ള ഡാഷ്ബോർഡുകൾ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പവർ ബിയും എക്സലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എക്സൽ ആൻഡ് പവർ ബിയുടെ ഇമ്പോർട്ടൻസ് ഇതാണ്. എക്സൽ ആൻഡ് പവർ ബി പഠിച്ചതിന് ശേഷം നിങ്ങൾ അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എക്സൽ, എന്താണ് എക്സൽ? എക്സൽ എന്ന് പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അറിവുണ്ടോ എന്താണ് എക്സൽ എന്നൊക്കെ ഉള്ളത്? Yes, yes. Mm. ഓക്കെ, അപ്പം നമുക്ക് എക്സലിന്റെ ഏറ്റവും ബേസിക്സ് തൊട്ട് തുടങ്ങാം. എക്സൽ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ആണ്. അതായത് സ്പ്രെഡ്ഷീറ്റ് മീൻസ് ഒരു ഷീറ്റ്. ഓക്കെ, എന്തുവാട്ടെ, നമുക്ക് നമ്മുടെ
ഈ പറയുന്ന എക്സൽ നമുക്ക് എല്ലാത്തിലും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് ഒന്നാണ് എക്സൽ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഡേറ്റാസിനെ ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് അവിടെ വേരിയസ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടും അതൊരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ആണ്. അതായത് ഡേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാന് എൻറ്റർ ചെയ്യാന് ആ ഡേറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാന് അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റിനെ സ്റ്റോർ ചെയ്യാന് ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന എക്സൽ എന്ന് പറയുന്നത്. ഓക്കെ. സോ എക്സൽ എന്ന് പറയുന്നത് നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നോർമലി നമ്മളൊരു എം ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാങ്ക് വർക്ക് ബുക്ക് ആണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു എക്സലിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള അതായത് നമ്മൾ ആദ്യമേ ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പേര് കിടക്കുന്ന ബുക്ക് 1 എന്നാണ് കിടക്കുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് കാണാം ബുക്ക് 1 എന്നാണ് കിടക്കുന്നത്. ഓക്കെ. സോ ഇത് നമുക്കിപ്പം ഈ പറയുന്ന ഒന്നിനെ വർക്ക് ബുക്ക് എന്ന് നമുക്ക് പറയാം. ഈ ഒരു എൻറ്റയർ ഇതിനെ വർക്ക് ബുക്ക് എന്ന് പറയാം. ഇപ്പം നോർമലി നമുക്കൊരു ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് നമ്പർ ഓഫ് ഷീറ്റുകളുണ്ട് അല്ലെ, ഒരുപാട് നമ്മൾ നോർമലി ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പേജസ് ഉണ്ട്. സെയിം ഇവിടെയും നമുക്ക് ഒരു വർക്ക് ബുക്ക് എന്ന് പറയുമ്പം അതിൽ ഒരുപാട് ഷീറ്റുകളാണ് വരുന്നത്. ഓക്കെ. ആദ്യത്തെ ഇപ്പം എനിക്ക് ഈ ഒരു എക്സലില് ഡിഫോൾട്ട് ആയിട്ട് ഒരു ഷീറ്റ് ആണ് കിടക്കുന്നത്. ഓക്കെ. ഇതുപോലെ എത്ര എണ്ണം വേണേലും ആഡ് ചെയ്യാം. സോ നമുക്ക് ടോപ്പ് മോസ്റ്റ് തുടങ്ങാം. ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് ഓട്ടോ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കൺട്രോൾ എസ് കൊടുത്താലും അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. സേവ് ഉണ്ട്, സേവാസ് ഉണ്ട്. എന്താണ് സേവും സേവാസും തമ്മിലുള്ള ഡിഫറൻസ്? ഇതൊക്കെ ഏറ്റവും ബേസിക്സ് ആണ്. സേവ് എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള പേരില് ഇപ്പൊ ഉള്ള ലൊക്കേഷനിൽ പോയി എന്താകും സേവ് ആകും. ബട്ട് സേവാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പേരിൽ പറഞ്ഞു കൊടുക്കുന്ന ലൊക്കേഷനിൽ പറഞ്ഞു കൊടുക്കുന്ന ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ബ്ലാങ്ക് വർക്ക് ബുക്ക് ആണ് നമ്മളിപ്പോ എന്ത് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിന്റെ പേര് ബുക്ക് 1 എന്നാണ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. നമുക്ക് വേറെ പേരിൽ സേവ് ചെയ്യണമെങ്കിൽ സേവാസ് വഴി നമുക്ക് സേവ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. സെർച്ച് ചെയ്യാനായിട്ടുള്ളതാണ്. ക്ലോസ് ബട്ടൺ മിനിമൈസ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളതുണ്ട്. തൊട്ട് താഴെ ഫയല്, ഹോം, ഇൻസേർട്ട്, ഡ്രോയർ അപ് ടു കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ടാബ് എന്ന് പറയും. ഫയൽ ടാബ്, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ് അതിനെയെല്ലാം നമ്മൾ ടാബ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഈ പറയുന്ന ഞാൻ ഇനി പറയുമ്പം ഇന്ന ടാബ് എന്നാണ് പറയുന്നത്. ഫയല്, ഇൻസേർട്ട്, ഡ്രോയർ, ഫോർമുലാസ് ഇതിനെയൊക്കെ ഓരോരോ ടാബ് എന്നാണ് പറയുന്നത്. ഈ ഓരോ ടാബിലും ഇതിന് താഴെയായിട്ട് ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് കമാൻഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് താഴെയായിട്ട് കാണുന്ന ഈ ഒരു റെക്ടാങ്കുലർ ബോക്സ്, ഈ ഒരു റെക്ടാങ്കുലർ ഇവിടെ തുടങ്ങി ഇവിടെ എൻഡ് ചെയ്യുന്ന ഈ ഒരു റെക്ടാങ്കുലർ ബോക്സിനെയാണ് റിബൺ എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്ന ഈ ഒരു റെക്ടാങ്കുലർ ബോക്സിനെയാണ് എന്തെന്ന് പറയുക റിബൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ റിബണിൽ ഇപ്പൊ ഹോമിൽ വന്നാല് നമുക്ക് ഇവിടെ ഈ പറയുന്ന വെർട്ടിക്കൽ ലൈൻ വഴി ഓരോ ഗ്രൂപ്പിനെയാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഗ്രൂപ്പാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ ഹോമിന്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിപ്പ് ബോർഡ്. അതിൽ ആരൊക്കെയാ ഉള്ളത്? പേസ്റ്റ് ചെയ്യാൻ, കട്ട് ചെയ്യാൻ, കോപ്പി ചെയ്യാൻ, അതുപോലെ തന്നെ ക്ലിയർ ചെയ്യാൻ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത ഗ്രൂപ്പാണ് ഫോണ്ട്. ഫോണ്ട് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോണ്ടിന്റെ നമ്മൾ എഴുതി കൊടുക്കുന്നതിന്റെ സൈസ് കൂട്ടാനോ അതിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനോ ബോൾഡ് ആക്കാനോ ഇറ്റാലിക് ആക്കാനോ അണ്ടർലൈൻ ചെയ്യാനോ ഇല്ലെങ്കിൽ എന്താണ് കളർ ചേഞ്ച് ചെയ്യാനോ സൈസ് കൂട്ടാനോ ഒക്കെ ആയിട്ടുള്ളതാണ് എന്ത് ഫോണ്ട് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്. നെക്സ്റ്റ് ഗ്രൂപ്പാണ് അലൈൻമെന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അലൈൻ ചെയ്യാൻ നമുക്കിപ്പോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മിഡിലിലേക്കോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അലൈൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വരുന്നതാണ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. അത് മേ ബി ഫോർമാറ്റിംഗ് ആണ് അവിടെ വരുന്നത്. ഓക്കെ. അതെന്താന്ന് ഞാൻ വഴിയേ പറയാം. കാരണം ആ ഫോർമാറ്റിംഗ് നമ്മൾ നോക്കുന്നതാണ്. ദെൻ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിലും ഫോർമാറ്റിംഗ് ആണ് വരുന്നത്. ദെൻ സെൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതില് പുതിയൊരു കോളം ആഡ് ചെയ്യാനോ പുതിയൊരു റോ ആഡ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ കുറച്ചേറെ ഗ്രൂപ്പ്സ് ആണ്. അതുപോലെ തന്നെ ഇൻസേർട്ട് ടാബിലും ഇതുപോലെ തന്നെ കുറേ ഗ്രൂപ്പുകൾ എന്താണ് ഇവിടെയും നമുക്കുണ്ട്. ഉം. ഇനി ഈ പറയുന്ന റിബൺ ഈ ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ താഴെ കാണുന്ന ഈ ലെങ്തി ആയിട്ടുള്ള ബോക്സിനെയാണ് നമ്മുടെ ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു ഈ ഒരു റെക്ടാങ്കുലർ ബോക്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് എഴുതി കൊടുത്താലും അത് എവിടെ വരും?
അതിനുള്ളിൽ വരും. ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും ഫോർമുലാസ് എഴുതി കൊടുക്കാനോ എന്തെങ്കിലും ഡേറ്റ എൻട്രി ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ ഫോർമുല ടാബ് എന്ന് പറയുന്നത്. തൊട്ട് ഇപ്പറയായിട്ട് ഇപ്പൊ കാണിച്ചിരിക്കുന്ന കണ്ടോ 87 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന കണ്ടോ, അതാണ് നെയിം ബോക്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ കാണുന്ന ഈ ഓരോ റെക്ടാങ്കുലർ ബോക്സിനും ഓരോ പേരുണ്ട്, യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പേരുണ്ട്. അത് ഞാൻ പറയാം. അതിനെയാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. ദെൻ ഇതാണ് നമ്മുടെ എക്സൽ ഷീറ്റിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ എ ബി സി ഡി എന്ന് എഴുതിയിരിക്കുന്ന കോളംസും, അതായത് കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ഈ പറയുന്ന ആൽഫബറ്റ്, അതായത് ലെറ്റേഴ്സിലൂടെ. ആദ്യമേ എ ടു ഇസഡ് വരെ ലെറ്റർ, ദെൻ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ആണ് അവിടെ വരുന്നത്. എ ബി സി ഡി അപ് ടു ഇസഡ് കഴിഞ്ഞാൽ പിന്നെ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ആണ് വരുന്നത്. സോ കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതുപോലെ എ ബി സി ഡി അപ് ടു, ദെൻ റോയെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 2 3 4 എന്ന് പറയുന്ന നമ്പറിലൂടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ആ ഒരു റെക്ടാങ്കുലർ ബോക്സ് അതിനെയാണ്, അതായത് ഇവിടെ കാണിക്കുന്ന ഈ ഓരോ റെക്ടാങ്കുലർ ബോക്സിനെയാണ് സെൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന ഓരോ റെക്ടാങ്കുലർ ബോക്സിനെയാണ് എന്തെന്ന് പറയുക, സെൽ എന്ന് പറയുക. നോർമലി സെൽ എങ്ങനെയാ ഫോം ചെയ്യുന്നത്, കോളവും റോയും കൂടെ ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് ആര് വരുന്നത്, സെല്ല് വരുന്നത്. ഓക്കെ. ഈ കോളവും ഈ റോയും കൂടെ ഇന്റർസെക്ട് ചെയ്തപ്പോഴാണ് ആര് വന്നത്, നമ്മുടെ ഈ പറയുന്ന സെല്ല് വന്നത്. ഓക്കെ. അപ്പൊ ഈ സിംഗിൾ റെക്ടാങ്കുലർ ബോക്സിനെയാണ് എന്തെന്ന് പറയുക, സെൽ എന്ന് പറയുക. ഓരോ സെല്ലിനെയും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എന്തുള്ളത്, സെൽ റഫറൻസ് ഉള്ളത്. ഓക്കെ. ഓരോ റോയെയും, അതായത് ഓരോ ഈ പറയുന്ന റെക്ടാങ്കുലർ ബോക്സിനെയും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സെൽ റെഫറൻസ് ഉള്ളത്. അപ്പൊ ഈ ആദ്യത്തെ സെൽ റെഫറൻസ് എന്താ, A1 എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറയുന്ന കോളത്തില് 1 എന്ന് പറയുന്ന റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽ. അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് ആര്, ആ ഒരു റെക്ടാങ്കുലർ ബോക്സ്. സോ അതിനെയാണ് എന്തെന്ന് പറയുക, A1 എന്ന് പറയുന്ന സെല്ല്. അതാണ് അതിന്റെ സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാരാ, B1 എന്ന് പറഞ്ഞാൽ എന്താ, ബി എന്ന് പറയുന്ന കോളത്തില് 1 എന്ന് പറയുന്ന റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സെൽ, അതിനെയാണ് B1 എന്ന് പറയുന്നത്. 2 ഇവിടെ വന്ന എന്താ, B8, അതുപോലെ ഇതെന്താ E10, അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. സോ ഇതാണ് സെൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു സെല്ലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇത് സെലക്ടഡ് ആണ്. ഇനി ഏറ്റവും താഴെ വന്നാൽ, ഏറ്റവും താഴെ ഈ സൈഡിലായിട്ട് വന്ന് നോക്കുമ്പോൾ മനസ്സിലാകും റെഡി. നമുക്ക് 3 മോഡാണ് ഉള്ളത്. ഇപ്പൊ ഇത് ഇൻ റെഡി മോഡ്. റെഡി മോഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടാണ് ആ സെല്ല് നിൽക്കുന്നത്. ആ സെല്ല് ഞാനൊന്ന് ക്ലിക്ക് ചെയ്താൽ, ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ അത് എന്റർ മോഡാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ കർസർ വന്ന് ഇപ്പൊ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഒന്ന് അവിടെ എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാനിവിടെ എൻറ്റർ ചെയ്തു. ഓക്കെ. ദെൻ ഞാൻ ഇതിനെ മാറ്റി. എഗെയിൻ ഞാൻ ആ സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്ത് മോഡിലായിട്ട് മാറി, എഡിറ്റ് മോഡിലായിട്ട് മാറി. ഇപ്പൊ അവിടെ ഓൾറെഡി ഒരു ഡേറ്റ ഉണ്ട്. ആ ഡേറ്റിനെ എന്ത് ചെയ്യാനാ പറയുന്നത്, എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ 3 മോഡാണ് ഉള്ളത്. ഒന്ന് റെഡി മോഡ്. റെഡി മോഡ് കഴിഞ്ഞിട്ട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എൻറ്റർ ചെയ്യാൻ പറയും, എൻറ്റർ മോഡ്. ഇൻ കേസ് അതിൽ ഡേറ്റ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ എന്ത് വരും, എഡിറ്റ് മോഡാണ് വരുന്നത്. മേ ബി ഇത് പലർക്കും അറിയാതിരിക്കാം, ചിലർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും ബേസിക്സ് തൊട്ട് പോകുന്നത്. ഓക്കെ. സോ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു ബുക്കിൽ, ഒരു എക്സൽ, ഇതാണ് ഒരു എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അതിൽ ഒരു ഷീറ്റ് ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ. അതിനെയാണ് ഇവിടെ എന്തുകൊണ്ട് കാണിച്ചിരിക്കുന്നത്, ഷീറ്റ് 1 കൊണ്ട് കാണിച്ചിരിക്കുന്നത് ആരെയാണ്, ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഷീറ്റ് 1 കൊണ്ട് കാണിച്ചിരിക്കുന്നതാണ് ആരെ, നമ്മുടെ എക്സലിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഷീറ്റ് എന്ന് പറയുന്നത്. ഷീറ്റിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഷീറ്റിന്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടുന്ന് നമുക്ക് എത്ര ഷീറ്റ് വേണേലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ എക്സൽ എന്ന് പറയുന്നത് എത്ര വലിയ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റനെയും ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, A1 എന്ന് പറയുന്ന സെല്ല് ഞാനിപ്പോ നിൽക്കുന്നു. കൺട്രോൾ റൈറ്റ് ആരോ കൊടുത്തു. അറ്റ് ദ എൻഡിലാണ് പോയി നിൽക്കുന്നത്. ആ കോളത്തിന്റെ അറ്റ് ദ എൻഡിലാണ് പോയി നിൽക്കുന്നത്. 16,000 സംതിങ് കോളംസ് ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതില്, ഈ ഒരു എക്സെല് ഇതുകൊണ്ടോ 10 ലാക്ക് സംതിങ് റോസും അതുപോലെ 16,000 സംതിങ് കോളംസും ആണ് അവിടെ വരുന്നത്. അതായത് ഒരു ഷീറ്റിലാണ്, ഒരു എക്സൽ ഷീറ്റില് 10 ലാക്ക് സംതിങ് റോസും അതുപോലെ 16,000 സംതിങ് കോളംസും ആണ് വരുന്നത്. അപ്പൊ ഒന്ന് നോർത്തുകയെ, ഒരു എക്സൽ ഷീറ്റിലാണ്, ഒരു വർക്ക് ബുക്കിലെ
എത്ര ഷീറ്റ് വേണേലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനെ സ്പ്രെഡ്ഷീറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. സോ ഒരു എക്സൽ വർക്ക് ബുക്കിൽ ഒരു എക്സൽ ഷീറ്റിൽ ഇത്രയും ഡേറ്റനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു വർക്ക് ബുക്കിൽ എത്ര നമ്പർ ഓഫ് ഷീറ്റ് വേണേലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെന്താണ്, എന്തോരം പവർ ആണുള്ളത് നോക്കിക്കേ, എന്തോരം ഡേറ്റ വേണേലും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നോർമലി ഇങ്ങനെയാണ് വരുന്നത്. ഒരു എക്സൽ ഷീറ്റിൽ 16,000 സംതിങ് കോളംസും 10 lakh സംതിങ് റോസും ആണ് അതിൽ ഉള്ളത്. ഒരു ഷീറ്റിലാണ്. ഇതുപോലെ എത്ര ഷീറ്റ് വേണേലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ദെൻ ഇതിന്റെ താഴെ നമുക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് റോ സ്ക്രോൾ ചെയ്യാനും അതുപോലെ കോളത്തിനെ നമുക്ക് സ്ക്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ക്രോൾ ബാർ ഉണ്ട്. സൂം ചെയ്യാനായിട്ടുള്ള സൂം ബാർ ഉണ്ട്. അതുപോലെ തന്നെ പല വ്യൂസ് ഉണ്ട്. നോർമൽ രീതിയിൽ ഇടാം, പേജ് ലേഔട്ടിൽ ഇടാം, വേണമെങ്കിൽ പേജ് ബ്രേക്ക് പ്രിവ്യൂ വേണമെങ്കിലും ഇടാം. പേജിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ ഇടാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഏത് വ്യൂവിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നോർമൽ എക്സലിൽ വരുന്നത് ഇത്രയാണ് വരുന്നത്. ദെൻ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ആരുണ്ടെന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ടാബുകൾ, ഫയല്, ഹോം, ഇൻസേർട്ട്, ഡ്രോയർ, ഫോർമുലാസ്, ഡേറ്റ, റിവ്യൂ, വ്യൂ, ഡെവലപ്പർ, അപ് ടു കുറെ ടാബുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട ടാബുകളെ മാത്രമായിട്ട് നിർത്താനായിട്ട് പറ്റും. അതിന് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് എന്ത് പറയും, കസ്റ്റമൈസ് ദ റിബൺ കസ്റ്റമൈസ് ചെയ്യുക. മീൻസ് നമുക്ക് വേണ്ട കാര്യങ്ങളെ അവിടെ നിർത്താനും വേണ്ടാത്തതിനെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. സോ ഞാൻ കസ്റ്റമൈസ് ദ റിബൺ കൊടുത്താൽ ദേ ഇങ്ങനെ ഒരു പേജ് വരും. ഇങ്ങനെ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെയിൻ ടാബ് എന്ന് പറഞ്ഞ ഇൻസേർട്ട്, ഡ്രോയർ, ഫോർ പേജ് ലേഔട്ട് ഞാനിപ്പോൾ അൺടിക്ക് ചെയ്തേക്കുവാണ്. സോ അതവിടെ വന്നില്ല. ഫോർമുലാസ്, ഡേറ്റ, പ്രിവ്യൂ, വ്യൂ, ഡെവലപ്പർ, ഇങ്ങനെ കുറച്ചേറെ ഉണ്ട്. ഞാനിപ്പോൾ ഡെവലപ്പർ വേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ ഇതാ, ഓക്കെ, ബാക്കിയെല്ലാം കിടക്കട്ടെ. ഇവിടെ ഹോം, ഇൻസേർട്ട്, ഡ്രോയർ, ഫോർമുലാസ്, ഡേറ്റ, റിവ്യൂ, വ്യൂ, ഇത്രയും മതി. എനിക്ക് ആര് വേണ്ട, ഡെവലപ്പർ വേണ്ട. അത്രയും ഞാൻ ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ആരില്ല, ഡെവലപ്പർ എന്ന് പറയുന്ന ടാബ് ഇല്ല. ഞാൻ എന്ത് ചെയ്തു കൊടുത്തു, കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു. കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് വേണ്ട ടാബുകളെ അവിടെ നിർത്തുകയും വേണ്ടാത്തതിനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. വേണമെങ്കിൽ ഇനി ആ ഒരു ടാബ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം, എഗെയിൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് ദ റിബണിൽ വരിക, ഇവിടെ വരിക, ആരെയാണോ വേണ്ടത് അതിന് നേരെ എന്ത് ചെയ്യുക, ബോക്സ് ടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണ്ട ടാബുകളെ ഇവിടെ നിർത്താനും വേണ്ടാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺടിക്ക് ചെയ്യാനും പറ്റും, ഒഴിവാക്കാനും നമുക്ക് പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡേറ്റ എന്താണ്, ഇവിടെ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള, നമുക്ക് നമ്പേഴ്സ് ആയിട്ടുള്ള ഡേറ്റ എഴുതാം, ടെക്സ്റ്റ് ഡേറ്റ എഴുതാം, ഫോർമുലാസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. ഓരോ സെല്ലിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡേറ്റയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്കിപ്പം ഞാനിപ്പോ ഇവിടെ കുറച്ച് ഡേറ്റാസ് കൊടുക്കുവാണ്. ദെൻ കൊടുത്തു. എനിക്കിപ്പം ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ബേസിക്സ് ആയിട്ട് എങ്ങനെയാണ് ഒരു കോളം ആഡ് ചെയ്യുക, എങ്ങനെയാണ് ഒരു റോ ആഡ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇതിനൊക്കെ ഷോർട്ട് കട്ട് കീസും ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്ത് പഠിക്കാൻ നേരത്തും അതിന്റെ ഷോർട്ട് കട്ട് കീസ് അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ പറയുന്ന നോർമലി ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് ടൈം ഒരുപാട് എടുക്കും. അതിലും നല്ലൊരു ഷോർട്ട് കട്ട് കീസ് ആണെങ്കിൽ സഡൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു പോകാൻ പറ്റും, ടാസ്കുകൾ ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ ഷോർട്ട് കട്ട് കീസ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ ഇവിടെ ഞാൻ എങ്ങനെയാണ് ഒരു കോളം ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആദ്യം ഏത് കോളത്തിന്റെ, അതായത് എനിക്കിപ്പോ എച്ച് കഴിഞ്ഞിട്ടാണ് ഒരു കോളം വരേണ്ടത്. എച്ച് എന്ന് പറയുന്ന കോളം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കോളം ആഡ് ആവേണ്ടത്, എച്ചിനും ഐക്കും ഇടയിൽ. സോ ഐ എന്ന് പറയുന്ന കോളം ഞാൻ സെലക്ട് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഷോർട്ട് കീ അല്ല യൂസ് ചെയ്യുന്നത്. ഹോം ടാബിൽ സെൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഹോം ടാബിൽ ആദ്യമേ ഐ എന്ന് പറഞ്ഞ കോളം ഐ എന്ന് പറയുന്ന അതിന് നേരെ കൊണ്ട് വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു ആരോ വരും, ഒരു ഡാർക്ക് ആരോ വരും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഹോം ടാബിൽ വരിക, സെൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരിക. അവിടെ ഇൻസേർട്ട് ഉണ്ട്. ഓൾറെഡി ഞാനൊരു കോളം സെലക്ട് ചെയ്ത് നിർത്തിയത് കൊണ്ട് തന്നെ അവിടെ ആര് മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ, ഇൻസേർട്ട് ഷീറ്റ് കോളം എന്ന് പറയുന്നത്. അവിടെ ഷീറ്റ് റോ എനേബിൾ ആയിട്ടില്ല. കാരണം എന്തായിരിക്കും, ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ആരെ, കോളം. അപ്പൊ എക്സലിന് ഓട്ടോമാറ്റിക്കലി എന്ത് മനസ്സിലാകും,
ഒരു കോളമാണ് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാവും. സോ ഇവിടെ ഞാൻ എന്ത് കൊടുക്കാൻ പോകുന്നു? ഇൻസേർട്ട് ഷീറ്റ് കോളംസ് എന്നുള്ളത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ പറയുന്നതിന്, അതായത് കോളം അവിടെ അഡ്ജസ്റ്റഡ് ആയി, ഈ പറയുന്നതിന് ഇപ്പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റുവാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, എന്തുവാട്ടെ, ഈ രണ്ട് വാല്യൂസിനിടയിൽ എന്ത് വന്നു? ഇടയ്ക്കൊരു കോളം ആഡ് ആയി. ഓക്കെ, ഇനി ഇതല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ കോളം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇൻസേർട്ട് കൊടുക്കുക. അപ്പൊ നോക്കിക്കേ, ഇതിനിടയ്ക്ക് ഇപ്പൊ എത്ര കോളം വന്നു? 1, then 2. ഇനി അത് ഒന്ന് നമുക്ക് എങ്ങനെ ചെയ്യാം? ഹോമിൽ വന്നിട്ട് സെൽസിൽ വന്നിട്ട് ഇൻസേർട്ടിൽ വന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കാം. സെയിം ഇതുപോലെ തന്നെ ഞാനിപ്പോ ഇവിടെയും കൂടെ കുറച്ച് ഡേറ്റ കൊടുക്കാം. ഓക്കെ, ഇനി എനിക്ക് ഇതിന് മുകളിലായിട്ടൊരു കോളം വേണം, സോറി റോ വേണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 7th റോ സെലക്ട് ചെയ്തു, ഇൻസേർട്ടിൽ വന്നിട്ട് ഇൻസേർട്ട് ഷീറ്റ് റോ എന്നുള്ളത് കൊടുത്തു. വേറൊരെണ്ണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക, വന്നു. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ഓക്കെ, അതുപോലെ തന്നെ ഹോമിൽ വന്നിട്ട് ചെയ്യുന്നത് ഓക്കെ. ഇതല്ല, നമുക്ക് ആരുടെ ഉണ്ട്? നമുക്ക് ഈ പറയുന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യണം. ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Shift+. ചില ഓൾഡ്, ഇപ്പൊ എക്സലിന്റെ ഓൾഡ് വേർഷൻസ് ആണെങ്കിൽ ചിലർക്ക് സപ്പോർട്ടീവ് ആവുന്ന Ctrl+ ആണ്. എന്നാൽ പുതിയതിലൊക്കെ വരുന്നത് Ctrl+Shift+ ആണ്. ഓക്കെ, ഉണ്ടോ? Ctrl+Shift+. ഓക്കെ, അപ്പൊ കൺട്രോൾ കീ പ്രസ് ചെയ്യുക, കൺട്രോൾ then ഷിഫ്റ്റ് then പ്ലസ്. ഓക്കെ, Ctrl+Shift+ ആണ് എന്ത്? എക്സ്ട്രാ ഒരു കോളം അല്ലെങ്കിൽ റോ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? Ctrl+Shift+ എന്ന് പറയുന്നത്. എനിക്ക് ഈ കോളത്തിന്റെ എന്താണ് വലിപ്പം കൂട്ടണം. അതിന് എന്ത് ചെയ്യണം? ഞാൻ ദേ മൗസ് പോയിന്റർ നേരെ ഈ പറയുന്ന എമ്മിനും എന്നിനും ഇടയിലുള്ള ആ ഒരു വെർട്ടിക്കൽ ലൈനിന്റെ നേരെ കൊണ്ട് വെക്കുക. അപ്പൊ അതോ അങ്ങനെ ഒരു ആരോ വരും, അതിൽ പിടിച്ച് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് നീട്ടുക, അതായത് അതിനെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താകും? ഓട്ടോമാറ്റിക്കലി ഈ ഒരു കോളത്തിന്റെ സൈസ് എന്താകും? കൂടും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ചിലർക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇത് തൊട്ട് പറയുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ Ctrl+Shift+ ആണ് എന്ത്? ആഡ് ചെയ്യാനായിട്ട്, എക്സ്ട്രാ ഒരു കോളം അല്ലെങ്കിൽ ഒരു റോ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് Ctrl+Shift+. അങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാൻ എന്തായിരിക്കും? ഇപ്പൊ കെ എന്ന് പറയുന്ന ആ ഒരു കോളത്തിനെ ഡിലീറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ആ കോളത്തിൽ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക, ഹോമിൽ വരിക, ഡിലീറ്റ് എന്നുള്ളതുണ്ട്, ഡിലീറ്റ് ഷീറ്റ് കോളം കൊടുക്കുക. ഇപ്പൊ അത് ഡിലീറ്റ് ആയി. ഓട്ടോമാറ്റിക്കലി അവിടെ ആരെ അഡ്ജസ്റ്റ് ചെയ്യും? കോളത്തിന്റെ പേരൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തോളും. ഇനി ഞാൻ ഈ പറയുന്ന ഈ ഒരു റോ സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡിലീറ്റ് കൊടുക്കുന്നു, അതും ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിം ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, അതും വർക്കായി. ഇനി നമ്മുടെ ഷോർട്ട് കട്ട് എന്താ? Ctrl- ആണ് ഷോർട്ട് കട്ട്. Ctrl- ഇത്രേ ഉള്ളൂ. Ctrl+Shift+ ആണ് ആഡ് ചെയ്യാൻ, Ctrl- ആണ് എന്ത് ചെയ്യാൻ? നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, Ctrl+Shift+ എന്ത് ചെയ്യാൻ? ആഡ് ചെയ്യാൻ. Ctrl- ആണ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു കോളം അല്ലെങ്കിൽ ഒരു റോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീ ആണ് എന്ത്? Ctrl- എന്ന് പറയുന്നത്. ഓക്കെ, അത് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു റോ ഓർ കോളത്തിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് ഈ പറയുന്ന കാര്യം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഹൈഡ് ചെയ്യാനായിട്ട് എനിക്കിപ്പോ ജി എന്ന് പറയുന്ന ഈ കോളം ഹൈഡ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിനെ സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന നമ്മുടെ okay, ഇവിടെ വന്നിട്ട് ഈ ഒരു കോളം സെലക്ട് ചെയ്യുക. ജി എന്ന് പറഞ്ഞ കോളം സെലക്ട് ചെയ്തു. ദെൻ അതിനുശേഷം ഫോർമുലാസിൽ വരിക, ഹൈഡ് ആൻഡ് അൺഹൈഡിൽ വരിക. ആരെ ഹൈഡ് ചെയ്യണ്ടേ? ഈ ജി എന്ന് പറയുന്ന ഒരു കോളം ആയതുകൊണ്ട് എന്ത് കൊടുക്കുക? ഹൈഡ് കോളം കൊടുക്കുക. എഫിനും എച്ചിനും ഇടയിലുള്ള ആ ഒരു കോളം എന്തായി നിൽക്കുക? ഇപ്പം ഹൈഡ് ആയിട്ട് നിൽക്കുവാണ്. സെയിം ആസ് റോ ഹൈഡ് ചെയ്യണമെങ്കിൽ റോ സെലക്ട് ചെയ്യുക, ഫോർമുലാസിൽ വരിക, സോറി ഫോർമാറ്റിൽ വരിക, സെൽസിൽ ഫോർമാറ്റിൽ വരിക, ഹൈഡ് ആൻഡ് അൺഹൈഡിൽ വരിക, ഹൈഡ് റോസ് എന്നുള്ളത് കൊടുക്കുക. അതിപ്പോ ഹൈഡായി. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എച്ച് എന്ന് പറഞ്ഞ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് കൊടുക്കുക? ഹൈഡ് കൊടുക്കുക. ഹൈഡായി.
ഇനി അതല്ല റോ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് കൊടുക്കുക, ഹൈഡ് കൊടുക്കുക. ഇനി അതല്ല ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യേണ്ടതെന്നെങ്കിൽ ഇതിൽ വരിക, കൺട്രോൾ O. കോളം, അത് കോളത്തിനും റോയ്ക്കും രണ്ടാണ്. കോളം ഹൈഡ് ചെയ്യാനായിട്ട് കൺട്രോൾ 0. ഓക്കെ, കോളം ഹൈഡ് ചെയ്യാനായിട്ട് കൺട്രോൾ 0 കോളമാണ്. കോളം ഹൈഡ് ചെയ്യാൻ കൺട്രോൾ 0യും റോ ഹൈഡ് ചെയ്യാൻ കൺട്രോൾ 9ഉം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് രണ്ടും രണ്ടാണ്, തിരിച്ച് ചെയ്യരുത്. കൺട്രോൾ 0 എന്ന് പറയുന്നത് കോളത്തിനും, കൺട്രോൾ 9 അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ക്ലിക്ക് ചെയ്യും, കൺട്രോൾ 9 കണ്ടോ, റോ ഹൈഡ് ആയി. അപ്പൊ റോ ഹൈഡ് ചെയ്യാൻ കൺട്രോൾ 9, കൺട്രോൾ 9 പ്രസ് ചെയ്യുക. കോളം ഹൈഡ് ചെയ്യാൻ കൺട്രോൾ 0 ആണ് കൊടുക്കുന്നത്. ഷോർട്ട് കട്ട് കീസ് എപ്പോഴും, അതിപ്പോ നിങ്ങൾ മറക്കാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എപ്പോൾ എക്സൽ ഓപ്പൺ ചെയ്താലും ഷോർട്ട് കട്ട് കീസ് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾ മറക്കില്ല. സോ ആഡ് ചെയ്യാൻ, അത് റോ ആയിക്കോട്ടെ കോളം ആയിക്കോട്ടെ, ആഡ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് പ്ലസും, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ മൈനസും. ഹൈഡ് ചെയ്യാൻ വേണ്ടി, അത് കോളം ഹൈഡ് ചെയ്യണമെങ്കിൽ കൺട്രോൾ 0, റോ ഹൈഡ് ചെയ്യണമെങ്കിൽ കൺട്രോൾ 9 ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അൺഹൈഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഷോർട്ട് കട്ട് കീസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹൈഡ് ചെയ്തതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള കോളംസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് കൊടുക്കുക, ഫോർമാറ്റിൽ വന്നിട്ട് അൺഹൈഡ് കൊടുക്കുക. ഓക്കെ, ഈ പറയുന്നതിന്റെ അതിപ്പുറത്തെല്ലാം ഇതായിട്ട് നിൽക്കുകയാണ്. അൺഹൈഡ് കോളംസ് കൊടുത്താൽ മതി. സോ DEFGHIJ എല്ലാം കിട്ടി. ഓക്കെ, അങ്ങനെ കൊടുത്താൽ മതി. അതായത് അതിന് തൊട്ട് അപ്പുറേ ഇപ്പുറേ ആയിട്ടുള്ള എല്ലാ കോളംസ് അല്ലെങ്കിൽ റോസ് സെലക്ട് ചെയ്യുക. ദെൻ എന്ത് കൊടുക്കുക, അൺഹൈഡ് എന്നുള്ളത് കൊടുക്കുക. സെയിം ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അൺഹൈഡ് കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് ഈ പറയുന്ന കീബോർഡ് ഷോർട്ട് കട്ട് ഇല്ല. ഓക്കെ, സോ കോളം ഹൈഡ് ചെയ്യാൻ കൺട്രോൾ 0, റോ ഹൈഡ് ചെയ്യാൻ കൺട്രോൾ 9 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ എക്സ്ട്രാ കോളംസ് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. 1 മിനിറ്റ് ഇതൊന്ന് ചെയ്ത് നോക്കി. ഷോർട്ട് കട്ട് കീസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അത് പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒന്നാണ്. കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആണ് ആഡ് ചെയ്യാൻ, അത് ഈവൻ റോ ആയിക്കോട്ടെ കോളം ആയിക്കോട്ടെ. കൺട്രോൾ മൈനസ് ആണ് ഡിലീറ്റ് ചെയ്യാൻ. കൺട്രോൾ 0 എന്ന് പറയുന്നത് കോളം ഹൈഡ് ചെയ്യാൻ. കൺട്രോൾ 9 എന്ന് പറയുന്നത് റോ ഹൈഡ് ചെയ്യാനായിട്ട്. അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. തിരിച്ച് ചെയ്യരുത്. തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ഇസഡ് കൊടുക്കുക. അൺഡു ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കുക, കൺട്രോൾ ഇസഡ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ബാക്ക് ടു വരാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടല്ലേ. എങ്ങനെയായിരുന്നു, ഈ പ്ലസ് ഐക്കണിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ പുതിയ ഷീറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഞാനിപ്പോൾ ഒരു 2-3 ഷീറ്റ് കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ എനിക്ക് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, ഷീറ്റ് 4 എന്നല്ലേ കിടക്കുന്നത്. എന്ത് ചെയ്യണം, റീനെയിം ചെയ്യണം അല്ലേ. എനിക്ക് ഈ ഒരു ഷീറ്റിന്റെ പേര് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പേരിലേക്ക് മാറ്റണം. അപ്പൊ ഷീറ്റ് 1 ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എഡിറ്റബിൾ ആയിട്ടാണ് നിൽക്കുന്നത്.
അവിടെ നമുക്ക് ഇപ്പൊ കയറി എഡിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബാക്ക് സ്പേസ് അടിക്കുക. ബാക്ക് സ്പേസ് അടിച്ചു കഴിയുമ്പോൾ അവിടെ ഒന്നുമില്ല. ഇനി നമുക്ക് വേണ്ട പേര് അവിടെ കൊടുക്കുക. ഞാനിപ്പോ ജസ്റ്റ് ഡേറ്റ ഡേറ്റ എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പൊ ആ ഒരു ഷീറ്റിന്റെ പേരെന്തായി? ഡേറ്റ എന്ന് ആയി. ഇനി അടുത്ത ഷീറ്റിന് എനിക്ക് പേര് കൊടുക്കണം. മാറ്റി ഞാനിപ്പോ ഡിജിറ്റൽ എന്ന് കൊടുക്കാൻ പോവാണ്. ഡിജിറ്റൽ എന്ന് കൊടുത്തു, എൻ്റർ കൊടുത്തു. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിട്ട് നിൽക്കും? എഡിറ്റബിൾ ആയിട്ട് നിൽക്കും. സോ ബാക്ക് സ്പേസ് അടിക്കുക. ഇപ്പൊ ഉള്ള പേരങ്ങ് കളയുക. നമുക്ക് വേണ്ട പേര് എൻ്റർ ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ സെയിം മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റീനെയിം എന്ന് പറയും. റീനെയിം എന്ന് കൊടുത്താലും എഡിറ്റബിൾ ആയിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. വീണ്ടും നമ്മൾ ബാക്ക് സ്പേസ് അടിക്കണം. എന്ത് ചെയ്യണം? പുതിയ പേര് കൊടുക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് അതിലും ബെറ്റർ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം എടുക്കുന്നതിലും ബെറ്റർ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നതാണ്? ഇപ്പൊ എഡിറ്റബിൾ ആയിട്ട് നിൽക്കും. അതിൽ കയറി എന്ത് ചെയ്യുക? ബാക്ക് സ്പേസ് അടിക്കുക. പുതിയ ആ ഒരു പേരങ്ങ് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ആ ഒരു ഷീറ്റിന്റെ പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പുതിയ പേരിലേക്ക്. ഇനിയിപ്പൊ ഞാനിവിടെ ഒരുപാട് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ ഈ ഷീറ്റ് 3യും ഷീറ്റ് 4ഉം വേണ്ട എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുക? ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലും ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഇപ്പൊ എന്തായി പോയി? ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിരുന്ന ആഡ് ചെയ്ത് വെച്ചിരുന്ന 2 ഷീറ്റുകളാണ് ഞാൻ അവിടെ എന്ത് ചെയ്തത്? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഓക്കെ. ഇനി വരുന്നത് മൂവ് ഓർ കോപ്പിയാണ്. ഇപ്പൊ പുതിയത് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് എന്ന് കൊടുത്താൽ മതി. വർക്ക്ഷീറ്റ് ആണെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് എന്ന് കൊടുക്കുക. അപ്പൊ എന്താണോ എന്ന് ചോദിക്കും, വർക്ക്ഷീറ്റ് ആണോ? ഷീറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പൊ പുതിയൊരു ഷീറ്റ് അവിടെ ക്രിയേറ്റ് ആയിക്കോളും. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും മതി. എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത മൂവ് ചെയ്യുന്ന നോക്കാം. ഇവിടെ ഒരു മൂവ് ഓർ കോപ്പി ഉണ്ട്. മൂവ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. എനിക്കിപ്പോ മൂവ് ചെയ്യണം. ഈ ഡേറ്റ എന്ന് പറയുന്നതിനെ ആദ്യം കിടക്കുന്ന ഈ ഡേറ്റ എന്ന് പറയുന്ന ഈ ഷീറ്റിനെ എനിക്ക് ഈ എൻഡിലേക്ക് കൊണ്ടുവരണം. ഈ പറയുന്ന ഡേറ്റ കഴിഞ്ഞ് ഷീറ്റ് 5 കഴിഞ്ഞ് ഡിജിറ്റൽ കഴിഞ്ഞ് അറ്റ് ദ എൻഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്ത് കൊടുക്കുക? മൂവ് ടു എൻഡ് എന്നുള്ളത് കൊടുക്കുക. ജസ്റ്റ് എന്ത് കൊടുക്കുക? ഓക്കെ കൊടുക്കുക. ഇപ്പൊ ഡേറ്റ എന്ന് പറയുന്നത് എവിടെ വന്ന് നിൽക്കുന്നത്? അറ്റ് ദ എൻഡിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി അഗെയിൻ ഞാൻ മൂവ് ഓർ കോപ്പി എടുത്തു. ഞാൻ പറഞ്ഞു ഷീറ്റ് 5ന്റെ സ്ഥാനത്തേക്ക് അത് വരണം. ഷീറ്റ് 5ൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. നോക്കിക്കേ, വീണ്ടും അത് തിരിച്ച് എവിടെ വന്നിരിക്കുന്നു? ഇവിടെ വന്നിരിക്കുന്നു. ഇനി ഞാൻ പറയുന്നു മൂവ് ഓർ കോപ്പി എടുത്തിട്ട് ഞാൻ പറയുന്നു ഷീറ്റ് 5ന്റെ സ്ഥാനത്തേക്ക്, അതായത് ഇപ്പുറത്തേക്ക് ഒന്നുകൂടെ മാറണം. ഓക്കെ കൊടുത്തു. ഓക്കെ, അത് ഇതിന്റെ ഇപ്പറേ കിടക്കുന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. ഡിജിറ്റലിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. നോക്കിക്കേ, അതായത് തൊട്ട് ഇപ്പറേ ഉള്ളത് വേണം പറയാനായിട്ട്. എനിക്കിപ്പോ ഇവിടെയാണ് വരേണ്ടതെങ്കിൽ ഇതിൽ പറയുക. ഇല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ഡ്രാഗ് ചെയ്യുക, നേരെ ഇവിടെ കൊണ്ടങ്ങ് ഇടുക. ഇതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടോ, ഡ്രാഗ് ചെയ്യുമ്പോൾ ആ മൗസ് പോയിന്ററിന്റെ നേരെ എന്തോ ഒന്നുണ്ടല്ലേ? ആ ഫയലാണത്, ആ ഷീറ്റാണത്. അതിനെ ജസ്റ്റ് എടുക്കുക, ഇവിടെ കൊണ്ടിടുക. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഡ്രാഗ് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഇടുക. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ അതിന്റെ സ്ഥാനം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഇനി കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി അതിലെടുക്കുക. ക്രിയേറ്റ് എ കോപ്പി എന്നുള്ളതില്ലേ? ജസ്റ്റ് കൊടുക്കുക, ക്രിയേറ്റ് എ കോപ്പി, ദെൻ ഓക്കെ. കണ്ടോ, ഡേറ്റയുടെ അടുത്ത കോപ്പിയാണ് എന്ത്? ഡേറ്റ 2 എന്ന് പറയുന്നത്. ഈ ഷീറ്റിന്റെ അടുത്ത കോപ്പിയാണ് എന്ത്? ഡേറ്റ 2. കണ്ടോ, രണ്ടിനകത്തും സെയിം ഡേറ്റ തന്നെയാണുള്ളത് അല്ലെ? ഞാൻ ഇതിനകത്ത് എഴുതി കൊടുത്തിരിക്കുന്ന ആയിരുന്നു ഇത്. ആക്ച്വലി ഞാൻ ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു എക്സൽ ഷീറ്റിൽ എഴുതി കൊടുത്തതാണ് ഈ എക്സൽ, പവർ ബി ഐ, കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ഇതൊക്കെ. പക്ഷെ ഡേറ്റ 2 എന്ന് പറഞ്ഞ ഷീറ്റിൽ ഇപ്പൊ ആര് തന്നെയാ ഉള്ളത്? അത് തന്നെയുള്ള. കാരണം എന്താ? കോപ്പിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്രിയേറ്റ് ചെയ്ത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൂവ് ഓർ കോപ്പിയിൽ പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പറയുന്ന ക്രിയേറ്റ് എ കോപ്പി, ഓക്കെ കൊടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പുതിയൊരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, മൂവ് ഓർ കോപ്പി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഷീറ്റ് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം കേട്ടോ. ഹൈഡ് കൊടുക്കുക. അപ്പൊ ആ ഷീറ്റ് അവിടെ നിന്ന് എന്തായി പോയി? ഹൈഡ് ആയിപ്പോയി. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഹൈഡ് കൊടുക്കുക. ഡിജിറ്റൽ എന്ന് പറയുന്ന ഷീറ്റ് ഓക്കെ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അൺഹൈഡ് ചെയ്യാനും പറ്റും, ഹൈഡ് ചെയ്യാനും പറ്റും, അൺഹൈഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പൊ എനിക്ക് ഡേറ്റ എന്ന് പറയുന്ന ഷീറ്റാണ് ഹൈഡ് ചെയ്യേണ്ടതെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഹൈഡ് കൊടുക്കുക. ഹൈഡ് ആയിപ്പോയി. അൺഹൈഡ് ചെയ്യണമെങ്കിൽ ആ വർക്ക് ബുക്കിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ഷീറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഹൈഡ് കൊടുക്കുക.
ആരാണ്? ഡേറ്റ എന്ന് പറയുന്ന ഷീറ്റ്. ഓക്കെ, അതവിടെ എന്ത് ചെയ്തു? തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷീറ്റ് ഹൈഡ് ചെയ്യാനോ അൺഹൈഡ് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് ഡേറ്റ് ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൊട്ടക്ട് ഷീറ്റ്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മൾ ആ ഒരു എൻറ്റയർ ഷീറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. ഈ ഷീറ്റ് ഡിലീറ്റ് ചെയ്തു, ഇത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു, ഇത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അപ്പം ഓക്കെ, ഇനി ഞാൻ ഡേറ്റ എന്ന് പറയുന്ന ഈ ഷീറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ ടോപ്പിൽ, അതായത് നമ്മുടെ ഈ പറയുന്ന നെയിം ബോക്സിന് തൊട്ട് താഴെ എയ്ക്കും 1-നും ഇടയിലായിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ ആ ഒരു എൻറ്റയർ ഷീറ്റും എന്തായി? സെലക്ട് ആയി. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഗ്രീൻ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ നെയിം ബോക്സിന് താഴെയായിട്ട്. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തതിന്റെ റീസൺ എന്താണ്? ഈ ഒരു എൻറ്റയർ ഷീറ്റും സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആരെ പറയുന്നു? പ്രൊട്ടക്ട് ഷീറ്റ്. ഈ പ്രൊട്ടക്ട് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, വിച്ച് മീൻസ് അവിടെ നമ്മളൊരു പാസ്വേഡ് ആണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അതായത് ഇനി മറ്റൊരാൾക്ക് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാനിപ്പോ ഇതൊരു പാസ്വേഡ് ഇടാൻ പോവാണ്. സോ ഞാൻ ഇതൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഈ പറയുന്ന പാസ്വേഡ് കൊടുത്തെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നു എന്റെ ലോക്ക്ഡ് ആയിട്ടുള്ള സെൽസിനെ സെലക്ട് ചെയ്യാൻ അവർക്ക് പറ്റരുത്, എന്റെ അൺലോക്ക്ഡ് ആയിട്ടുള്ള സെൽസിനെയും അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റരുത്. സോ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു? അൺടിക്ക് ചെയ്തു. ഇത് ടിക്ക് ചെയ്ത അർത്ഥം എന്താ? സെലക്ട് ലോക്ക്ഡ് സെൽസിന് നേരെ ഒരു ടിക്ക് കൊടുത്താൽ എന്താ അർത്ഥം? ലോക്ക് ചെയ്ത സെൽസിനെ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. അവരത് ആ ഒരു ഷീറ്റിന്റെ പാസ്വേഡ് കൊടുത്തിട്ട് അതിൽ കയറി കഴിഞ്ഞാല് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ സെലക്ഷൻ പറ്റും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരാൾക്ക് എൻ്റെ ഒരു ഡേറ്റ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഞാൻ ഈ ലോക്ക് ചെയ്ത സെൽസ് ആയിക്കോട്ടെ, അൺലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സെൽസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവർക്കൊന്ന് സെലക്ട് പോലും ചെയ്യാൻ പറ്റരുത്. മീൻസ് അവർക്ക് ആ ഡേറ്റ എന്ത് ചെയ്താൽ മാത്രം മതി? വ്യൂ ചെയ്താൽ മാത്രം മതി. ഒരിക്കലും എന്ത് ചെയ്യരുത്? എന്റെ സെൽസ്, എന്റെ ആ ഒരു ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റരുത്? അതായത് ജസ്റ്റ് ഒന്ന് സെലക്ട് പോലും ചെയ്യാൻ പറ്റരുത്. സോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്നു. ഞാനിപ്പോ പാസ്വേഡ് കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പൊ വീണ്ടും നമ്മളോട് ചോദിക്കും റീ എൻറ്റർ പാസ്വേഡ്. അപ്പൊ ഞാൻ അഗെയിൻ പാസ്വേഡ് കൊടുത്തു, എന്ത് കൊടുത്തു? ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ സേവ് ചെയ്യാൻ പോവാണ്. സേവ് ആസ് വഴി ഞാൻ എന്ത് ചെയ്ത് വെക്കുന്നു? സേവ് ചെയ്ത് വെക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഡൗൺലോഡ്സിൽ ഞാൻ ജസ്റ്റ് ഇത് സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ബുക്ക് 1 എന്ന് പറയുന്ന പേര് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിനെ സേവ് ചെയ്തു. ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്തു. അഗെയിൻ ഞാൻ പോകുന്നു, ദെൻ ഡൗൺലോഡ്സിൽ വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഡേറ്റ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഇപ്പൊ എനിക്ക് ഇവിടെ നോക്കിക്കേ, നിങ്ങളിത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു. ആക്ച്വലി ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടോ? ദ സെൽസ് ഓർ ചാർട്ട് യു ആർ ട്രൈങ് ടു ചേഞ്ച് ഈസ് ഓൺ എ പ്രൊട്ടക്റ്റഡ് ഷീറ്റ്. നമ്മളിപ്പം ഈ പറയുന്ന ചാർട്ട്, ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു സെല്ല് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വരുന്നത് അവിടെ? ആക്ച്വലി അതൊരു പ്രൊട്ടക്റ്റഡ് ഷീറ്റ് ആണ് അല്ലേ? ടു മേക്ക് എ ചേഞ്ച് അൺപ്രൊട്ടക്ട് ദ ഷീറ്റ്. ഈ ഷീറ്റിനെ എന്ത് ചെയ്യണം? അൺപ്രൊട്ടക്ട് ചെയ്യാണ്ട്. ഞാനിപ്പോ ഒരാൾക്ക് ഇത് ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്ത സമയത്ത് ഞാൻ പാസ്വേഡ് കൊടുത്തിട്ടില്ല. എന്റെ എന്തെങ്കിലും ഒരു, നമ്മുടെ എന്തെങ്കിലും ഒരു ഡേറ്റയാണ്, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഡേറ്റയാണ് അതിലുള്ളതെന്ന് വിചാരിക്കുക. പക്ഷെ ഞാൻ ഇത് ആർക്ക് ഷെയർ ചെയ്താലും അവർക്ക് ഇതിൽ കയറി ഒരു ചേഞ്ചും ചെയ്യാനായിട്ട് പറ്റരുത്. പക്ഷെ അവർക്ക് ഡേറ്റ കാണുകയും വേണം. ആ ഒരു രീതിയിലാണ് എനിക്ക് കൊടുക്കേണ്ടതെങ്കിൽ ഈ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാം. ഇൻ കേസ് അവർക്ക് ഓക്കെ ആ ഒരു ഷീറ്റിൽ എന്ത് വേണേലും ചെയ്യാം എന്നുണ്ടെങ്കിൽ പാസ്വേഡും കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇന്നതാണ് അതിന്റെ പാസ്വേഡ് എന്ന് കൂടെ പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ ദേ ഇതുപോലെ കാണിക്കും. എവിടെ ഞാൻ സെലക്ട് ചെയ്യാൻ നോക്കിയാലും എന്ത് കാണിക്കും? ഈ പോലെ എക്സലിന്റെ ഒരു വാണിംഗ് വരും. ഈ ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ ഷീറ്റിനെ ആദ്യമേ എന്ത് ചെയ്യണം? അൺപ്രൊട്ടക്റ്റ് ചെയ്യണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൽ ചേഞ്ചസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ എന്ത് എൻ്റർ ചെയ്യണം? പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യണം എന്ന് പറഞ്ഞ് കാണിക്കും.
ഓക്കെ. സോ ഇതിനെ അൺപ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇതില് ഈ ഷീറ്റിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അൺപ്രൊട്ടക്ട് ഷീറ്റ് എന്ന് ചോദിക്കും. അപ്പൊ അൺപ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ എന്ത് കൊടുക്കണം? പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് ഞാനിപ്പോ എൻ്റർ ചെയ്തു. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? കാരണം എന്താ? ഞാൻ അൺപ്രൊട്ടക്ട് ചെയ്തു. ഇനി സപ്പോസ് നിങ്ങളുടെ ഡേറ്റ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഡേറ്റ കണ്ടാൽ മതി. എന്നാൽ നിങ്ങൾക്ക് അതിൽ കയറി ചേഞ്ചസ് ഒന്നും വരുത്തരുത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ പാസ്വേഡ് കൊടുക്കാണ്ടിരിക്കുക. പാസ്വേഡ് കൊടുത്തില്ലെങ്കിൽ എന്താണ്? അവർക്ക് അത് വ്യൂ ചെയ്യാനേ പറ്റുള്ളൂ. പാസ്വേഡ് കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഡേറ്റയിൽ എന്ത് വരില്ല? ഒരു ചേഞ്ചസും വരില്ല. മീൻസ് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, അവിടെ പാസ്വേഡ് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് വരില്ല? നിങ്ങളുടെ ഡേറ്റ സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തു, ഡോൺ സേവ് കൊടുത്തു, ക്ലോസ് ചെയ്തു. എഗെയിൻ ഞാൻ വീണ്ടും പോയി എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്തു. ഓക്കെ. ഓപ്പൺ ചെയ്തു നോക്കിക്കേ. ഇപ്പോഴും എനിക്ക് എന്തിനാ പറ്റുന്നില്ല? കണ്ടോ? അവിടെ എനിക്ക് സെലക്ഷൻ പറ്റില്ല. ഇത് ഞാൻ ആർക്ക് ഷെയർ ചെയ്താലും ആ പാസ്വേഡ് കൊടുത്തതിനെ അൺപ്രൊട്ടക്ട് ചെയ്യണം. എത്ര തവണ ഞാൻ ഓപ്പൺ ചെയ്താലും എന്ത് ചെയ്യണം? പാസ്വേഡ് കൊടുത്ത് ഞാൻ അൺപ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ എങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൽ കയറി ഈവൻ ഒരു സെലക്ഷൻ പോലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. സോ ഇത് ഓൾമോസ്റ്റ് ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഷീറ്റിനെ അല്ലേ പ്രൊട്ടക്ട് ചെയ്തത്. എനിക്കിനി എന്ത് ചെയ്യണം? നമ്മുടെ ഈ എൻറ്റയർ വർക്ക് ബുക്കിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഷീറ്റിനെ മാത്രമാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷീറ്റ് മാത്രം. അടുത്ത അപ്പുറത്തൊരു ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ആർക്കും കയറി ചേഞ്ച് ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ. പക്ഷെ എനിക്ക് ഈ ഒരു മൊത്തം വർക്ക് ബുക്കിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ആ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ പാസ്വേഡ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ആ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റരുത്. സോ ഞാൻ എന്ത് ചെയ്യണം? ഈ റിവ്യൂ ടാബിൽ വന്നാല് പ്രൊട്ടക്ട് ഷീറ്റ് ഓൾറെഡി നമ്മളത് കണ്ടല്ലോ. പ്രൊട്ടക്ട് വർക്ക് ബുക്ക് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്ത് ചെയ്യുക? ഈ വർക്ക് ബുക്കിനെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഇതില് ഒരു മിനിറ്റ്. ഞാനൊരു പുതിയ ഷീറ്റ് ആഡ് ചെയ്തേ. ഷീറ്റ് 1 എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ എഗെയിൻ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഞാൻ അവിടെ വർക്ക് ബുക്ക് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. ഇത് മാത്രമേ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളൂ. ഷീറ്റ് പുതിയത് ആഡ് ചെയ്തു. ഇവിടെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഈ പുതിയ ഷീറ്റിൽ ഞാൻ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. ആകെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന എന്റെ ഡേറ്റ എന്ന് പറയുന്ന ഈ ഷീറ്റിനെയാണ്. സോ എനിക്ക് ഇവിടെ ഒരു സെലക്ഷൻ പോലും എനിക്ക് ഇവിടെ പറ്റത്തില്ല. ഓക്കെ. അത് അൺപ്രൊട്ടക്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ സെലക്ഷൻ പോലും പറ്റുള്ളൂ. ഇനി ഞാൻ ഈ വർക്ക് ബുക്ക് മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നു. സോ റിവ്യൂ ടാബിൽ വരിക. റിവ്യൂ എന്ന് പറയുന്ന ടാബിൽ വരിക. പ്രൊട്ടക്ട് വർക്ക് ബുക്കിൽ വരിക. അപ്പൊ ഇവിടെ നോക്കിക്കേ, പാസ്വേഡ് ചോദിക്കും. ഞാൻ ഇവിടെ ഓക്കെ ഒരു പാസ്വേഡ് കൊടുത്തു. ഓക്കെ. എഗെയിൻ ഞാൻ ആ പാസ്വേഡ് കൊടുത്തു. ഓക്കെ. ഇപ്പൊ ഞാൻ എന്തായി? പാസ്വേഡ് കൊടുത്തിട്ട് എന്റെ ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്തു. സേവ് ചേഞ്ചസ് ഒക്കെ സേവ് ചെയ്തു. എഗെയിൻ ഞാൻ ആ ഒരു ഷീറ്റ് എന്ത് ചെയ്യാൻ പോകുന്നു? ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ. അപ്പോ ഓൾറെഡി ഞാനത് സേവ് ചെയ്തിട്ടാണത് ചെയ്തത്. ഓക്കെ. ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി ഷീറ്റ് ഞാൻ പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷമാണ് വർക്ക് ബുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പോയത്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചേഞ്ച് വരാത്തത്. ഓക്കെ. സോ ഞാൻ പുതിയൊരെണ്ണത്തിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ. പുതിയൊരു വർക്ക് ബുക്ക് എടുത്തു. കാരണം അതിൽ ഓൾറെഡി ഞാനൊരു ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്തിട്ടേക്കുവാണ്. ദെൻ റിവ്യൂ ടാബിൽ വരുന്നു. പ്രൊട്ടക്ട് വർക്ക് ബുക്ക് കൊടുത്തു. അവിടെ ഞാനൊരു പാസ്വേഡ് കൊടുത്തു. ഓക്കെ. ഓക്കെ. ദെൻ ഫയല് സേവ് ആസ് വഴി ഓക്കെ.
ഓക്കെ. ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമുക്ക് അതല്ലാതെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. റിവ്യൂ ടാബിലുള്ള പ്രൊട്ടക്ട് ഷീറ്റ് ഓക്കെ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ആവുന്നുണ്ട്. പ്രൊട്ടക്ട് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്, ഇതിപ്പോ ഞാൻ പുതിയൊരു വർക്ക് ബുക്ക് എടുത്തു, എന്നിട്ട് ഫയലിൽ വരുന്നു, ഇൻഫോയിൽ വരുന്നു. ഇൻഫോയിൽ വരുമ്പോൾ നമുക്ക് എന്തുണ്ട്, പ്രൊട്ടക്ട് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൊട്ടക്ട് വർക്ക് ബുക്ക്, ഇൻസ്പെക്ട് വർക്ക് ബുക്ക്, വേർഷൻ ഹിസ്റ്ററി, അതുപോലെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ പ്രൊട്ടക്ട് വർക്ക് ബുക്കിൽ ഇവിടെ നമുക്കൊരു കാര്യമുണ്ട്, എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ്. പാസ്വേഡ് വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പാസ്വേഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. എഗെയിൻ ഞാനൊരു പാസ്വേഡ് കൊടുത്തു, എന്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പൊ എന്താണ്, എ പാസ്വേഡ് ഈസ് റിക്വയർഡ് ടു ഓപ്പൺ ദിസ് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞ് കിടക്കുവാണ്. ഓക്കെ. എന്നിട്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ സേവ് ചെയ്തു. ബുക്ക് 2 എന്ന് പറയുന്ന പേരിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, സേവ് ചെയ്തിരിക്കുന്നത്. സോ അത് സേവ് ആയിരിക്കുന്നത് ഓക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ അതിനെ ഓപ്പൺ ചെയ്യുന്നു. കണ്ടോ, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചോദിക്കും, പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ വർക്ക് ബുക്കിൽ ഒരു ഷീറ്റ് പോലും കാണാനായിട്ട് പറ്റില്ല. സോ ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്തു. ഓക്കെ, കണ്ടോ, എനിക്കതിലേക്ക് കയറാൻ പറ്റി. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കയറാൻ പറ്റില്ലായിരുന്നു. സോ റിവ്യൂവിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട, ഫയലിൽ വന്നിട്ട് ഇൻഫോയിൽ വന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് വർക്ക് ബുക്കിന് നേരെ ഇതുണ്ട്, ഇതിന്റെ ഡ്രോപ്പ് ഡൗണിൽ എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് എന്നുള്ളതുണ്ട്, അതെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. എഗെയിൻ ഒന്നുകൂടെ നിങ്ങളോട് ചോദിക്കും, സെയിം പാസ്വേഡ് കൊടുക്കുക. ദെൻ ആ ഒരു വർക്ക് ബുക്ക് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പൊ നിങ്ങളോട് ഞാൻ ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. എഗെയിൻ ഞാനത് പോയി എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോഴും എന്നോട് എന്ത് ചോദിക്കും, പാസ്വേഡ് തരാൻ പറയും. പാസ്വേഡ് കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. സോ ഈ പറയുന്ന രീതിയിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ സെക്യൂർ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ആ ഡേറ്റ എന്താണ്, പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പൺ ചെയ്യാവൂ എന്നുള്ള രീതിയിൽ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അത് ഈവൻ ഷീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ വർക്ക് ബുക്ക് ആയിക്കോട്ടെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഒരു കാര്യം ചോദിക്കട്ടെ, ആ, ബുക്ക് 1 നമുക്ക് അങ്ങനെ ഫുൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? മൊത്തത്തിലാണ് ഞാൻ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്തത്. അത് ബുക്ക് 2 അല്ല ആ, അല്ലേ? ബുക്ക് 1 ചെയ്യാൻ പറ്റും. അതേ ഞാൻ ഫയലിൽ പോയിട്ട് ഓൾറെഡി ഇൻഫോ. അതിനകത്ത് ഡേറ്റ പ്രൊട്ടക്ട് ആയിരുന്നു, ആ, അതുകൊണ്ട് ചെയ്യാൻ, മറ്റത് ഫുൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. ആണോ? ഞാൻ ചോദിക്കുന്ന രണ്ടും കൂടെ അതിനകത്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിക്കുന്നു. ആ, രണ്ടും കൂടെ ചെയ്യാനും പറ്റും. പക്ഷെ അത് മാമിനെ ചെയ്തില്ലല്ലോ, അതിന് ആ, പകരം ഞാൻ ബുക്ക് 2 അല്ലേ ഓക്കെ. എടുത്തത്? ഇതിപ്പോ ബുക്ക് 1 ആണ്. ബുക്ക് 1-ലാണോ ഡേറ്റ എന്നുള്ളത്? ഓക്കെ, നോക്കട്ടെ. അല്ല, ബുക്ക് 1-ലല്ല, വേറെ ഏതോ ഒന്നില്ല ഞാനിത് സേവ് ചെയ്തിട്ട്. ഓക്കെ. ഓക്കെ, ഇതിലെ ഈ പറയുന്ന ഷീറ്റ് ആണ് പ്രൊട്ടക്റ്റഡ് ഷീറ്റ്. ഡേറ്റ എന്ന് പറയുന്നതാണ് പ്രൊട്ടക്റ്റഡ്. അഗെയിൻ ഞാൻ ഇവിടെ വരുന്നു, ഇൻഫോയിൽ വന്നു, ഇതിൽ വന്നു, എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് ഞാനൊരു പാസ്വേഡ് എൻ്റർ ചെയ്തു. എഗെയിൻ ഞാൻ അത് എൻ്റർ ചെയ്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇവിടെ വരുന്നു, ക്ലോസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സേവ് കൊടുത്തു, ക്ലോസ് ചെയ്തു. എഗെയിൻ അത് ഓപ്പൺ ചെയ്യുന്നു, സെയിം എന്നോട് പാസ്വേഡ് ചോദിച്ചു, ഓക്കെ കൊടുത്തു. ഇനി ഇവിടെ ഈ ഒരു ഷീറ്റ്, അതായത് വർക്ക് ബുക്ക് മൊത്തത്തിൽ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. സോ വീണ്ടും ഞാൻ അത് ഓപ്പൺ ചെയ്തു, പാസ്വേഡ് കൊടുത്തു, വർക്ക് ബുക്ക് ഓപ്പൺ ആക്കി. ഇനി എനിക്ക് ഈ ഷീറ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ എന്ത് കൊടുക്കണം, എഗെയിൻ ഞാൻ എന്ത് ചെയ്യണം, അൺപ്രൊട്ടക്ട് ചെയ്യണം ഷീറ്റിനെ. ഷീറ്റിന്റെ പാസ്വേഡ് ഓക്കെ, ഷീറ്റും അൺപ്രൊട്ടക്ട് ചെയ്തു. അത് നമുക്ക് സെയിം ചെയ്യാൻ പറ്റും കേട്ടോ, വർക്ക് ബുക്ക്. അതെന്ന് വെച്ചാൽ റിവ്യൂ ടാബിൽ വന്നിട്ട് പ്രൊട്ടക്ട് വർക്ക് ബുക്ക് കൊടുത്താലാണ് കിട്ടാത്തത്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, ഫയല് ഇൻഫോയിൽ വന്നിട്ട് ഇതില്ലേ, പ്രൊട്ടക്ട് വർക്ക് ബുക്കിൽ വന്നിട്ട് എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് കൊടുത്താൽ, എനിക്ക് റിവ്യൂ ടാബിൽ ചെയ്യുമ്പോഴാണ് അത് പോസിബിൾ ആവാത്തത്. പക്ഷെ ഈ ഇൻഫോയിൽ വന്നിട്ട് പ്രൊട്ടക്ട് വർക്ക് ബുക്ക് കൊടുക്കുമ്പോൾ ഓക്കെ സെറ്റ് ആവുന്നുണ്ട്. ഷീറ്റും നമുക്ക് സെറ്റ് ചെയ്യാം,
അതുപോലെ വർക്ക് ബുക്കും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് വർക്ക് ബുക്ക് പ്രൊട്ടക്ട് ചെയ്താൽ മതി. ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്താൽ മതി ഈ ഒരു രീതിയിൽ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഫസ്റ്റ് നിങ്ങൾ ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യുക, എന്നിട്ട് അത് സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഷീറ്റിന്റെ കാര്യങ്ങൾ നോക്കുക. അപ്പൊ ഷീറ്റിൽ നിങ്ങൾ സെലക്ട് ലോക്ക് സെല്ലും സെലക്ട് അൺലോക്ക് സെല്ല് എന്നുള്ള രണ്ട് ബോക്സും അൺടിക്ക് ചെയ്യണം. അൺടിക്ക് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലോക്ക്ഡ് സെല്ലിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റരുത്, സെലക്ട് ചെയ്യാൻ പറ്റരുത്. എങ്കിലേ നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ, അത് പ്രൊട്ടക്റ്റഡ് ആണോ എന്നറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴേക്കുള്ള ഓപ്ഷൻസ് മാത്രമായിട്ട് മതിയെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇതിപ്പം എനിക്ക് അങ്ങനെയും കൂടെ വേണ്ടത് കൊണ്ടാണ് ഞാൻ അതെല്ലാം അൺടിക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്രൊട്ടക്ട് ചെയ്തത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫയലിൽ പോയിട്ട് വർക്ക് ബുക്ക് പ്രൊട്ടക്ട് ചെയ്യുക. ആദ്യമേ അത് ഉറപ്പ് വരുത്തുക, അതിന് ശേഷമേ വർക്ക് ബുക്ക് പ്രൊട്ടക്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയേ. ഷീറ്റ് ആദ്യമേ പ്രൊട്ടക്ട് ചെയ്യുക, then അത് നിങ്ങൾ സേവ് ചെയ്തതിനു ശേഷം ഉറപ്പുവരുത്തുക ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വർക്ക് ബുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. കാരണം നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഡേറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അത് ഈവൻ പാസ്വേഡ് ഇല്ലാതെ മറ്റൊരാൾക്ക് കയറി ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ പറയുന്ന ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. മറ്റൊരാൾ കയറി അതിൽ എഡിറ്റ് ചെയ്യാതെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രൊട്ടക്ട് ഷീറ്റും പ്രൊട്ടക്ട് വർക്ക് ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നെ ആണേലും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇത് രണ്ടും. ഓക്കെ, എക്സൽ എന്ന് പറയുന്നത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ടാബുലാർ ഫോർമാറ്റിൽ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഡേറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന എക്സൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, ഒരു സിംഗിൾ ഷീറ്റിലാണ് ഇത്രയും വലിയ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡേറ്റ എന്ന് പറയുന്നത് വളരെ വലിയ ഡേറ്റ ആയിരിക്കും. സോ ആ ഒരു ഡേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിൽ പല കാൽക്കുലേഷൻസ് മേ ബി നമുക്ക് എന്തായിരിക്കും, കൺവേർഷൻ റേറ്റോ അല്ലെങ്കിൽ കോസ്റ്റ് പെർ ക്ലിക്സോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, മീൻസ് നമുക്കറിയാം എന്ത് ചെയ്താലാണ് കണ്ടുപിടിക്കാൻ പറ്റുക, ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്താലാണ് എന്നൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫങ്ഷൻസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സഡൻ ആയിട്ട് ഔട്ട്പുട്ട് ഒക്കെ എടുക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയേ. ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതും വർക്ക് ബുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതും റോ കോളം ആഡ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്, ഹൈഡ് ചെയ്യുന്നത്, ഏറ്റവും ബേസിക്സ് ആണ് ഇതൊക്കെ. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി, എല്ലാം ക്ലിയർ ആണോ. നാളെ ഞാൻ പറയുമ്പോൾ സെല്ല് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊള്ളൂ. സോ എന്താണ് സെല്ല്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയണം. ഇവിടെ റിബൺ എന്നും ടാബ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് റിബൺ, അതെന്താണ് ടാബ്, ഇതൊക്കെ അറിയണം. അതിനാണ് ഏറ്റവും ബേസിക്സ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ചില പറ്റില്ലേന്നാണോ ഓഫീസ് ഫയൽസ് ഒക്കെ പറ്റാന്നാണോ?
ചെയ്യാൻ പറ്റത്തില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ആ എൻ്റർ ചെയ്യാൻ ചെയ്യാം. പറ്റത്തില്ലയോ അതായത് അങ്ങനെ? പറ്റും. അതിനുള്ള ഞാൻ പറയട്ടെ, അത്രയും നമ്മൾ ഓപ്ഷൻസ് കാണിച്ചതില് അതെല്ലാം ഞാൻ പറഞ്ഞ എന്താണ് ടിക്ക് ചെയ്യാൻ. ഞാൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പോവാ. അപ്പൊ ആ ഒരാൾ അതിൽ കയറി എഡിറ്റ് ചെയ്യാൻ പാടില്ല. ഈവൻ അതൊരു ലോക്ക്ഡ് സെല്ലിനെ സെലക്ട് പോലും ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിലാണ് അത്രയും ഓപ്ഷൻസ് ഞാൻ അൺടിക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇനി അതല്ല, ആ ഒരാൾക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരാൾക്ക് എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലുള്ള ഓപ്ഷൻസിൽ നോക്കിയിട്ട് അത് ടിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പാസ്വേഡ് ഞാൻ ഇട്ടിട്ട് ഉദ്ദേശിച്ച കൊടുക്കണം. എഡിറ്റ് അല്ല. ഞാൻ ഉദ്ദേശിച്ച എഡിറ്റ് അല്ല. എഡിറ്റ് ആ, ചെയ്യാതെ തന്നെ എൻ്റർ ചെയ്യുക മാത്രം. എൻട്രി ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ആ പറയുന്ന എല്ലാ ഓപ്ഷൻസും അൺടിക്ക് ചെയ്തിട്ടല്ലേ കൊടുക്കുന്നത്. അങ്ങനെ വരാൻ നേരത്ത് അവർക്ക് അതിൽ കയറി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഉം. ചെയ്യണമെങ്കിൽ അതിലുള്ള ഓപ്ഷൻസ് എനേബിൾ ചെയ്തിട്ട് കൊടുക്കണം. നോർമലി അത് ഒന്നും ചെയ്യാൻ ആ, പറ്റില്ല. അത് എങ്ങനെ ചെയ്യും? ഇപ്പോ എഡിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എൻ്റർ ചെയ്താൽ മാത്രം മതി. അതായത് മറ്റൊരാൾക്ക് ഡേറ്റ എൻറ്റർ ചെയ്യണം അല്ലേ? അതെ അതെ. അപ്പൊ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരാൾക്ക് ഡേറ്റ അതിൽ എൻറ്റർ ചെയ്യാൻ മാത്രം പറ്റണം. ഇപ്പൊ നമ്മള് അതെ. ലോക്ക്ഡ് സെല്ലിന് താഴെയായിട്ട് ഇപ്പൊ നമുക്ക് എന്താണ് ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് വേണ്ടത്. കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസിൽ ഒന്നും ചെയ്യണ്ട, തൊട്ട് താഴേക്കാണ് നമുക്ക് ഡേറ്റ എൻറ്റർ ചെയ്യേണ്ടതെങ്കിൽ ആ അത്രയും ഭാഗം, അതായത് അവർക്കൊന്നും ചെയ്യണ്ടാത്ത അത്രയും ഭാഗം മാത്രമായിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ലോക്ക് ചെയ്യുക. അതിന് താഴേക്ക് എന്ത് ചെയ്യുക, അൺസെലക്ട് ചെയ്ത് നിർത്തുക. വേണ്ട അത്രയും ഭാഗം മാത്രം. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ച സമയത്ത് മൊത്തം വർക്ക്ഷീറ്റ് വരുന്നു അല്ലെ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് മൊത്തം വർക്ക്ഷീറ്റ് വരുന്നു സെലക്ട് ചെയ്തത്. എന്നാൽ എനിക്ക് ഇത്രയും ഭാഗത്ത് എന്റെ ഡേറ്റ ഇരിപ്പുണ്ട്. അപ്പൊ ഇത്രയും ഭാഗത്ത് എനിക്ക് ഒരു ചേഞ്ചും വരുത്തണ്ട. എന്നാൽ അവർക്ക് താഴേക്ക് ഡേറ്റ എൻറ്റർ ചെയ്യുകയും വേണം. അപ്പൊ എന്ത് ചെയ്യണം, ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക. അത്രയും സെലക്ട് ചെയ്തിട്ട് എന്ത് പറയുക, പ്രൊട്ടക്ട് ഷീറ്റ് എന്നുള്ളത് കൊടുക്കുക. ഞാൻ മുന്നേ ചെയ്തപ്പോ എന്താ ചെയ്തത്, എൻറ്റയർ വർക്ക്ഷീറ്റും സെലക്ട് ചെയ്തിട്ടാണ് കൊടുത്തത്. മീൻസ് ആ ഒരു എൻറ്റയർ വർക്ക്ഷീറ്റും അവിടെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു ചെയ്തത്. എന്നാൽ നിങ്ങൾക്ക് അതല്ല വേണ്ടത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ, അവിടെ ഒരു ചേഞ്ചും വരുത്തണ്ട, എന്നാൽ താഴേക്ക് ഡേറ്റ എൻറ്റർ ചെയ്യുകയും വേണം. അപ്പൊ അത്രയും ഭാഗം സെലക്ട് ചെയ്തതിനു ശേഷം എന്ത് കൊടുക്കുക, പ്രൊട്ടക്ട് ഷീറ്റ് എന്നുള്ളത് കൊടുക്കുക. ഉം. ഇത് ഇവിടെ കണ്ടോ, പല കാര്യങ്ങളുണ്ട്. സെലക്ട് ലോക്ക്ഡ് സെൽ, ലോക്ക്ഡ് സെൽ സെലക്ട് ചെയ്യാൻ പറ്റണം. വേണ്ട എങ്കിൽ വേണമെങ്കിൽ ടിക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്ത സെല്ല് സെലക്ട്, അൺലോക്ക് മീൻസ് ഞാൻ ഈ സെലക്ട് ചെയ്യാത്ത ബാക്കി സെൽസിനെയാണ് എന്തെന്ന് പറയുക, അൺലോക്ക് സെൽ എന്ന് പറയുന്നത്. അതിനെ സെലക്ട് ചെയ്യാമെങ്കിൽ എന്ത് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. ആ സെൽസിനെയൊക്കെ ഫോർമാറ്റ് ചെയ്യാമെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ, റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ, കോള ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ, ഇല്ലെങ്കിൽ എഡിറ്റ് കണ്ടോ, ഒബ്ജക്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ ഓട്ടോ ഫിൽട്ടറോ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിനുള്ളിൽ വരണമെങ്കിൽ അതിനൊക്കെ നേരെ ടിക്ക് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇൻ കേസ് ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങ് അൺടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. സെൽസിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റണോ, ടിക്ക് ചെയ്യുക. കോളംസിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റണോ, ടിക്ക് ചെയ്യുക. റോസിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റണോ, ടിക്ക് ചെയ്യുക. അതായത് എന്തൊക്കെയാണോ നമുക്ക് അവർക്ക് അലോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ ടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എന്തൊക്കെയാണോ അലോ ചെയ്യാത്തത് അതൊക്കെ അൺടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അത്രേ ഉള്ളൂ. എൻറ്റയർ ഷീറ്റും സെലക്ട് ചെയ്താൽ മൊത്തത്തിൽ അത് പ്രൊട്ടക്റ്റഡ് ആയി പോകും. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു കുറച്ച് ഭാഗം മാത്രം പ്രൊട്ടക്ട് ചെയ്താൽ മതിയെങ്കിൽ അത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് പ്രൊട്ടക്ട് ഷീറ്റ് കൊടുക്കുക. ഓക്കെ. ഇത്രയും ഓക്കെ ആണോ ഒന്ന് ചെയ്ത് നോക്കിക്കേ, എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ.
ഓക്കെ. അപ്പൊ ഇത്ര എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് എന്താണ് ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിന്റെ ഇൻട്രോ ആണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ എക്സൽ പവർ ബി ഐ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ദെൻ എക്സൽ എന്തിനാണ്, പവർ ബി ഐ എന്തിനാണ്, അതുപോലെ തന്നെ നമ്മൾ എക്സൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്. സോ എക്സലിന്റെ കുറച്ച് ഇൻട്രോ ആദ്യമേ എന്തൊക്കെയാണ് അതിന്റെ ഇന്റർഫേസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. ടാബ്, അതുപോലെ തന്നെ റിബൺ, എന്താണ് റിബൺ, ദെൻ എന്താണ് സെല്ല്, സെൽ റെഫറൻസ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഏറ്റവും ബേസിക്സ് ആണ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന്റെ ആ ഒരു ഇന്റർഫേസിനെ മനസ്സിലാവാൻ വേണ്ടി നോക്കിയതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് വേണം നാളത്തെ ക്ലാസ്സിൽ കയറാനായിട്ട്. ഓക്കെ. എന്താണ് എക്സൽ എന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ. ആദ്യം തൊട്ടേ ക്ലാസ്സിൽ കയറി മനസ്സിലാക്കി പോവുക. സോ ഇന്ന് ഇൻട്രോ ആണ്. നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് നിർത്താം. എന്നിട്ട് നാളെ നമുക്ക് എക്സലിന്റെ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ. ക്ലിയർ ആണല്ലോ അല്ലേ? ഇതിനകത്ത് നമ്മൾ ഈ എ ഐയും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. എ ഐ, പവർ ബി ഐ ഒക്കെ സംഭവം ചെയ്യുന്നില്ലേ? പവർ ബിയിലാണോ? ആ, എ ഐ ഇപ്പൊ എല്ലാം ഇപ്പൊ എ ഐ അല്ലേ ഇപ്പൊ ഉപയോഗിക്കുന്നത് എല്ലാത്തിനും. അതെ അതെ. ആ, അതില് കോ പൈലറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ. അത്രയും ഇതായിട്ടുള്ളത് ശരിക്കും അത്രയും ഇതായിട്ട് വരുന്നത് നമുക്ക് ഇപ്പൊ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സുകാർക്കാണ് കൂടുതലും എ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അവർക്കാണ് കൂടുതലും എ യൂസ് ചെയ്തിട്ടുള്ള വരുന്നത്. നമുക്ക് ഇവിടെ കുറച്ച് അനാലിസിസിന് വേണ്ടിയും ഗസ് വർക്ക് മാറ്റി കൂടുതലായിട്ട് നമുക്ക് പെർഫെക്റ്റ് അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എക്സൽ പവർ ബി ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇത്രയും നോക്കിയിട്ട് വരിക. നാളെ നമുക്ക് ഇതിന്റെ ബാക്കി എടുക്കാം. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓക്കെ. അപ്പൊ ലീവ് ചെയ്തോ.